2026 ദക്ഷിണ സാമൂഹ്യ രാവുണ്ണി മേനോൻ സേവന പുരസ്കാര ചടങ്ങിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദക്ഷിണ 20 വർഷത്തോളമായി വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സംഘടനയാണ് ദക്ഷിണ. ഇതിന്ന് ചെന്നൈ സമൂഹത്തിന് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഒരിക്കൽ കൂടി അതിവിടെ ഓർമ്മിപ്പിക്കുന്നു. വ്യത്യസ്തമായ ആശയങ്ങളും ദീർഘവീക്ഷണങ്ങളും ദക്ഷിണയുടെ മുതൽക്കൂട്ടാണ്. സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ജൈത്രയാത്ര തുടരുന്നതിൽ നമുക്കും അഭിമാനിക്കാം. ഇനി ശ്രീ രാവുണ്ണി മേനോൻ, ചെന്നൈ നഗരത്തിലെ മലയാളികളുടെ കാരണവർ ആണ് ഇദ്ദേഹം. 2012 മുതൽ അദ്ദേഹം സജീവമായി ഇവിടെയുണ്ട്. അദ്ദേഹം മരിച്ചതിന് ശേഷമുള്ള 8ാമത്തെ അവാർഡ് ദാന ചടങ്ങാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. അതിനാണ് നമ്മൾ ഇന്നിവിടെ എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ വേദിയെ ധന്യമാക്കാനായി ഇന്നിവിടെ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികളെ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ CG രാജേന്ദ്ര ബാബു, ദക്ഷിണയുടെ പ്രസിഡന്റാണ് ഇദ്ദേഹം. നല്ലൊരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക്. ശ്രീ SS പിള്ളൈ, ചീഫ് പാട്രൺ ഓഫ് ദക്ഷിണ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശശികുമാർ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി, അദ്ദേഹത്തെയും സഹർഷം നിറഞ്ഞ കയ്യടികളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ M ശിവദാസൻ പിള്ളൈ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. ശ്രീ കൽപ്പക ഗോപാലൻ, വൈസ് ചെയർമാൻ, എയ്മയുടെ വൈസ് ചെയർമാനാണ് ഇദ്ദേഹം. അദ്ദേഹത്തെയും സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ VC പ്രവീൺ, CTMAയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തെയും നിറഞ്ഞ കരഘോഷങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ KU അബ്ദുള്ള, മലബാർ മുസ്ലിം അസോസിയേഷന്റെ പ്രസിഡന്റാണ് ഇദ്ദേഹം. അദ്ദേഹത്തെയും നിറഞ്ഞ കയ്യടികളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ശ്യാമള ജയപ്രകാശ്, ആശാൻ മെമ്മോറിയൽ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി, സ്നേഹപുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ KVV മോഹനൻ, ഫെയ്മയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് ഇദ്ദേഹം. അദ്ദേഹത്തെയും സ്നേഹപുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ PN രവി, ദക്ഷിണയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെയും സ്നേഹപുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ മോഹനൻ നായർ, UCC പാഡിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ VK രാമകൃഷ്ണൻ, ചെന്നൈ സൗഹൃദവേദിയുടെ പ്രസിഡന്റാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെയും സ്നേഹപുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി രജനി രാജനാരായണൻ, ദക്ഷിണയുടെ വൈസ് പ്രസിഡന്റാണ് ശ്രീമതി രജനി രാജനാരായണൻ. ഇവരെയും ഈ വേദിയിലേക്ക് സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ ഇന്നത്തെ താരം എന്ന് തന്നെ പറയണം, പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ MS ഫൈസൽ ഖാൻ, അദ്ദേഹത്തെയും നിറഞ്ഞ കയ്യടികളോടെ സ്നേഹപുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഭദ്രദീപം തെളിയിക്കുന്നതിനായി നമ്മുടെ വിശിഷ്ടാതിഥികളെ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി. അടുത്തതായി വെൽക്കം അഡ്രസ്സാണ്. അതിനായി ശ്രീ SS പിള്ളയെ നമ്മുടെ ഡയസിലേക്ക് പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. സദസ്സിലുള്ള എല്ലാ മഹൽ വ്യക്തികൾക്കും പ്രിയപ്പെട്ടവർക്കും ആദ്യമായി സ്വാഗതം അരുളിക്കൊണ്ട് നമ്മൾക്ക് ഇനിയൊരു ചടങ്ങോടുണ്ട്. മീറ്റിംഗ് ഔപചാരികമായി തുടങ്ങാൻ നമുക്ക് പുഷ്പാർച്ചനയോടെ കഴിഞ്ഞ് തുടങ്ങാം എന്നുള്ള ഒരു
Excellence Award for Meritorial Social Service. വളരെ ആലോചിച്ച് തീരുമാനമെടുത്ത ഒരു ടൈറ്റിലാണത്. കാരണം ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കില്ല. പക്ഷേ പുതിയ സുഹൃത്തുക്കൾ കുറേ പേരെങ്കിലും ഉണ്ട്. ആരാണ് രാവുണ്ണി മേനോൻ എന്ന ഈ മീറ്റിംഗ് കഴിയുമ്പോഴെങ്കിലും അവർക്ക് ഏതാണ്ടൊരു ധാരണ ആ വലിയ മനുഷ്യനെക്കുറിച്ചുണ്ടാകണം എന്നുള്ളത് ഈ മീറ്റിങ്ങിൻ്റെ ഒരു അർത്ഥം കൂടിയാണ്, ഒരാവശ്യം കൂടിയാണ്. ഞാൻ വളരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ വാചകത്തിൽ തീർക്കാം. പക്ഷെ ആ വാചകം ഒരു വാക്കും അതിനകത്തൊന്ന് മാറ്റാനില്ലെന്ന് മാത്രം ദയവ് ചെയ്ത്. കേരളത്തിൽ കാലിക്കറ്റിന് കിഴക്ക് വശത്ത് മാങ്കാവ് എന്ന് പറയുന്ന വില്ലേജിൽ പിറന്ന വെങ്ങിയാലിൽ എന്ന് പറയുന്ന ഒരു നായർ തറവാട്ടിൽ പിറന്ന, സാധാരണഗതിയിൽ നമ്മൾ 4 കെട്ട് വരെ കണ്ടിട്ടുണ്ട്. 8 കെട്ടും ഉള്ള ഒരു വീട്ടിൽ പിറന്ന മനുഷ്യൻ ഇവിടെ ജീവിതകാലം മുഴുവൻ 2 മുറിയും ഒരു വരാന്തയുമുള്ള ഒരു വീട്ടിൽ ഒരു സൗകര്യത്തിൽ കഴിയാൻ കാണിച്ച മനസ്സ്, അത്യാഗോചരമായ മനസ്സ്, പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകാൻ തുനിഞ്ഞാൽ പിന്നെ ഒരു വിവാഹത്തിന് ഒരാളിനെ കൂടെ, ഒരു മനുഷ്യജീവിയെ കൂടെ, തൻ്റെ പത്നിയാകാൻ വിധിക്കപ്പെട്ട ആളിനെ കൂടെ ഒരുപക്ഷെ ദുരിതത്തിലാഴ്ത്തിയേക്കും എന്നുള്ളത് കൊണ്ട് വിവാഹം വേണ്ടെന്ന് വെച്ച മനുഷ്യൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം അമ്മാവൻ വെസ്റ്റേൺ ക്രോംപ്ടൺ എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിരുന്നു. ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തു. ജോലി അദ്ദേഹം കൊടുത്താൽ മതിയല്ലോ, മാനേജിങ് ഡയറക്ടറാണ്. ജസ്റ്റ് ഇമാജിൻ സുഹൃത്തുക്കളെ, ഒരു തൊഴിൽ തർക്കം ഉണ്ടാവുകയും തൊഴിലാളികളുടെ ഒരു സമരം ഉണ്ടാവുകയും ചെയ്ത് സ്ട്രൈക്ക് ചെയ്ത് 185 പേരെ ഒരു കാരണവശാലും തിരിച്ചെടുക്കുകയില്ല എന്ന് മാനേജ്മെന്റ് തീരുമാനിച്ചപ്പോൾ ഈ മനുഷ്യനോട് മാനേജിങ് ഡയറക്ടറായ സ്വന്തം അമ്മാവൻ ആളിനെ അയച്ചിട്ട് ചോദിച്ചു, നീ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 185 പേരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ 185 പേരുടെ കൂടെ നിന്ന് ആ തൊഴിൽ തർക്കത്തിൽ ജോലി നഷ്ടപ്പെട്ട് വെളിയിൽ വരികയും തുച്ഛമായ ഒരു വരുമാനത്തിന് വേണ്ടി ഒരു ചിട്ടി മാത്രം തുടങ്ങി. അദ്ദേഹത്തിനെയുള്ള ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും സിറ്റിയിലെ ഏറ്റവും വലിയ ആൾക്കാരൊക്കെ എത്ര ചിട്ടി വേണമെങ്കിലും ചേരാം ഞങ്ങളൊന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നപ്പോൾ, നിങ്ങൾ ആരും എൻ്റെ ചിട്ടിയിൽ ചേരണ്ട, സാധുക്കളായ മനുഷ്യരുണ്ട്, അവരുമായിട്ടുള്ളത് മാത്രം മതി. ഇതൊരു അതിശയമായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ പച്ച പരമാർത്ഥമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ തിരോധാനത്തിൽ ദക്ഷിണ, അതുപോലെ തന്നെ 18 വർഷം മദിരാശി കേരള സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്ന് ഓർക്കുക. അന്ന് മദിരാശി കേരള സമാജം മാത്രമേ ഉള്ളൂ മദിരാശിയിൽ ഒരു സാംസ്കാരിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിൻ്റെ 12 ശാഖകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ 12 ശാഖകളും ഒരു സെൻട്രൽ സമാജവുമായിരുന്നു. ഇന്ന് ഓരോ ഭാഗത്തും പ്രത്യേക സംഘടനകളുണ്ട്. പക്ഷേ ആ സംവിധാനത്തിനെ നയിച്ചു കൊണ്ടുപോയി 18 വർഷം, അതിനുശേഷം 3 വർഷം വൈസ് പ്രസിഡന്റുമായി. ഇങ്ങനെ ജീവിതം മുഴുവൻ സമൂഹ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ച, ഇനിയും മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു തീട്ടുന്നില്ല. കാരണം ഞാനും ചാവുണ്ണിമേനോനും കൂടി, ഞങ്ങൾ 2 പേരും കൂടാണ് ഈ ഓടിപ്പോകുന്നതെല്ലാം. 74 കുബുദ്ധികളുടെ കാരണം കൊണ്ട് നല്ല തമിഴ് മനസ്സുമായിട്ട് മലയാളികളൊന്നും മുട്ടുണ്ടായിട്ട് വന്ന സന്ദർഭം നിങ്ങൾക്കറിയാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, തമിഴ് മനസ്സ് നല്ല ശുദ്ധ മനസ്സാണ്. എനിക്ക് അനുഭവമുണ്ട്. ആ ശുദ്ധ മനസ്സുള്ള തമിഴ് ആൾക്കാരും നമ്മളുമായിട്ട് കുബുദ്ധികളുടെ ചില പ്രേരണ കൊണ്ട് തെറ്റേണ്ടതായിട്ട് വന്ന കാലത്ത്
രാത്രി 2:30 മണിക്ക് തിരുവത്തിയൊരു പ്രശ്നത്തിനെ സോൾവ് ചെയ്തുകൊണ്ട് ഞാനും രാവണനും എന്നും കൂടെ തിരിച്ചു വന്ന് ആ രംഗം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസിക നില, അതിൽ നമ്മൾ പോകണം, പാടിയിൽ പോകണം. അങ്ങനെ എവിടെയെല്ലാം മനുഷ്യന് പ്രശ്നമുണ്ടോ, ഒരു ഉദാഹരണം കൂടി തെറ്റായിട്ട് എടുക്കരുത്. കാര്യം ആ മനുഷ്യനെ നിങ്ങൾ മനസ്സിലാക്കണം. ആർക്ക് വേണ്ടിയാണ് ഈ ഡ്രീംസ് അവാർഡ് എന്നുള്ളത് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നെന്നുള്ളത്, അതാണ് അതിൻ്റെ വലിപ്പം. അദ്ദേഹത്തെ ഞാനും അദ്ദേഹം കൂടെ സെൻട്രൽ സ്റ്റേഷനിൽ പി ഗോവിന്ദപിള്ള യാത്ര അയക്കാൻ സെൻട്രൽ സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ മൂർ മാർക്കറ്റിൻ്റെ മുമ്പിൽ, വർഷങ്ങൾക്ക് മുമ്പല്ലേ, മൂർ മാർക്കറ്റിൻ്റെ മുമ്പിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആവർത്തിച്ച് അടിക്കുകയാണ്. ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെവിക്കണ്ണത്ത് അടിക്കുകയാണ്. 4-5 അടി നോക്കി നിന്നിട്ട് ഈ മനുഷ്യൻ അങ്ങോട്ട് ചെന്ന് അടിച്ച പുരുഷനെ ഒരടി അടിച്ചു. ഈ അടിച്ചപ്പോഴത്തേക്ക് സംഗതി ആകെ മാറി. അദ്ദേഹത്തിൻ്റെ വൈഫിനെയാണ് അടിച്ചത്. അവരങ്ങ് തിരിഞ്ഞു. എന്നെ അടിച്ചത് എൻ്റെ ഭർത്താവാണ്, എൻ്റെ ഇവരാണ്. ഇത് തമിഴിൽ പറയുകയാണ്. നിങ്ങളെന്തിനാ എൻ്റെ ഭർത്താവിനെ അടിച്ചതെന്നുള്ള ചോദ്യമായി. പക്ഷേ തെറ്റ് കണ്ടാൽ, സഹിക്കവയ്യാതെ വന്നാൽ എവിടെയും റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം അതിനെ അനുവദിച്ചു കൊടുക്കില്ലായിരുന്നു. അങ്ങനെ ഒരു വലിയ മനുഷ്യൻ 2012 നമ്മളെ വിട്ടുപോയി. ദക്ഷിണ എന്ന് പറഞ്ഞ പ്രസ്ഥാനം തന്നെ രാവുണ്ണി മേനോൻ്റെ മദിരാശിയിലെ മലയാളികൾക്കുള്ള ഒരു ദക്ഷിണയാണ് ദക്ഷിണ എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ. അങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ്റെ ഒരു ജീവിത പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഡ്രീംസ് അവാർഡെന്ന് നമ്മളൊന്നുണ്ടാക്കി ഇത്രയും കാലം അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ഒരു ഒരു അധികപ്പറ്റല്ലാത്ത അർഹമായ, ഇനി ഒന്നുകൂടെ പറയാം, ഡ്രീംസ് അവാർഡ് ആൾ ഇന്ത്യ ലെവലിൽ, നാഷണൽ ലെവലിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു അവാർഡാണിപ്പോൾ. അതായത് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഗാന്ധിയനായ കേരളത്തിലെ ഒരു വന്യവയോധികനായ മനുഷ്യനാണ് നമ്മൾ ആദ്യം കൊടുത്തത്. പക്കാ ഗാന്ധിയൻ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ. 2014 നമ്മൾ തുടങ്ങി. 2 വർഷത്തിലൊരിക്കലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം ഞങ്ങളൊന്ന് നോട്ട് ചെയ്യുമായിരുന്നു. ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ സത്യനാരായണൻ മുണ്ടയൂർ, ഓർക്കണം, മണിപ്പൂരിൽ നിന്ന് വന്ന് ഈ സത്യനാരായണൻ മുണ്ടയൂർ പത്മശ്രീ അതിനു മുൻപ് തന്നെ വാങ്ങിയ ഒരാളാണ്, ഒരു മഹാനാണ്. അങ്ങനെ പത്മശ്രീ വാങ്ങിയ ഒരാൾ ഡ്രീംസ് അവാർഡ് വാങ്ങിക്കാൻ ഇവിടെ എത്തി എന്നുള്ളതാണ്. നിങ്ങളപ്പോൾ ആ അവാർഡിനെ കുറിച്ച് ഞങ്ങൾ അറിയിച്ചപ്പോൾ ആ മനസ്ഥിതി നമ്മൾ മനസ്സിലാക്കണം, ആ അംഗീകാരം നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആലീസ് ഗാർഗ് രാജസ്ഥാനിൽ നിന്ന്, സുനിത കിഷൻ ഹൈദരാബാദ്, നിങ്ങളെല്ലാം കേട്ട് കാണും. നമ്മൾ കൊടുത്ത വർഷം അവർക്ക് പത്മശ്രീ കിട്ടി എന്നുള്ളതാണ്. ഇവിടെ വന്ന് ഡ്രീംസ് അവാർഡ് വാങ്ങിച്ച വർഷം അവർക്ക് പത്മശ്രീ കിട്ടി. അങ്ങനെ പത്മശ്രീ കിട്ടിയ ആളെന്ന് വാങ്ങി, ഇവിടുന്ന് കിട്ടിയ ആൾക്ക് അപ്പോൾ തന്നെ പത്മശ്രീ കിട്ടുകയും ചെയ്തു. അതാണ്. അതുപോലെ തന്നെ ചെന്നൈയിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ പാലിയേറ്റീവ്, ഇതിനെ PT അലി. ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിനെ വിട്ടില്ല, അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രത്ത് നിന്ന് സായി ഇതിലെ സേവനത്തിൻ്റെ ശ്രീ ആനന്ദകുമാർ ആണ് കൊടുത്തത്. ഈ പ്രാവശ്യം ഫൈസലിന് കൊടുക്കുകയാണ്. ഞാൻ അതിശയത്തോടുകൂടി പറയട്ടെ, അത് ഈ വാങ്ങിയവരെല്ലാം തന്നെ 50-നോ 60-നോ 70-നോ വയസ്സിന് മേലെയുള്ള വർഷക്കണക്കായിട്ട് പൊതുപ്രവർത്തനം ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ, ഞാൻ താടിക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഒരു അതിശയമാണ് ഇത്രയും അംഗീകരിക്കത്തക്ക ഒരു റെക്കോർഡ്, അതും കേരളത്തിൻ്റെ മണ്ണിൽ. അങ്ങനൊന്നും പ്രത്യേകിച്ച് പെട്ടെന്ന് അംഗീകരിക്കുന്നവരല്ലല്ലോ നമ്മളെ കേരളത്തിൻ്റെ ഒരു സ്വഭാവം. അങ്ങനെ ഒരു മണ്ണിൽ ഇതുപോലെ ഒന്ന് സാധിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനെ ഈ അവാർഡിന് വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയതിലുള്ള സന്തോഷം
പറഞ്ഞറിയിക്കാനൊക്കെയില്ല. തീർച്ചയായിട്ടും ആ കാര്യവും തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കുകയാണ്. സുഹൃത്തുക്കളോട് അത് പറഞ്ഞു. അത് എവിടെല്ലാം അത് സംസാര വിഷയമാക്കാൻ പറ്റിയാൽ നിങ്ങളത് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾക്ക് വേണ്ടിയല്ല. ഇങ്ങനെയും ഒരു ചെറുപ്പക്കാരനും അർഹത നേടാനുള്ള സാധ്യത ഈ ലോകത്തുണ്ട്, ഈ മണ്ണിലുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ആയ ഒരു അവസരം കൂടാണ് ഇതെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് വെച്ചു. ഇനിയും ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുന്നു. അത് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ ഈ ഡ്രീംസ് അവാർഡിനെയും രാവുണ്ണി മേനോനെയും നിങ്ങളുടെ സന്ദേശത്തിൽ, നിങ്ങളുടെ സംഭാഷണത്തിൽ എപ്പോഴും കൊണ്ടു നടക്കാവുന്ന ഒരു ഓർമ്മയായി സൂക്ഷിക്കാൻ അദ്ദേഹം അർഹനായിരുന്നു എന്നുള്ള വിനീതമായ അഭിപ്രായം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മളുടെ തീർച്ചയായിട്ടും ഈ വേദിയുടെ ഈ സദസ്സിൻ്റെ അധ്യക്ഷനായ ഞങ്ങളുടെ പ്രസിഡന്റ് ഡോക്ടർ CG രാജേന്ദ്ര ബാബുവിന് ഔപചാരികമായി തീർച്ചയായിട്ടും അവിടുന്ന് തന്നെ എൻ്റെ ആദരവ് ഞാൻ തുടങ്ങുന്നു. അടുത്തത് ഇന്നത്തെ ചീഫ് ഗസ്റ്റായിട്ട് ശ്രീ ശശികുമാർ ഇവിടെ എത്തിയിരിക്കുന്നു. നമ്മൾക്കറിയാം, മാധ്യമ സാധ്യതകളെയും മാധ്യമത്തിൻ്റെ അറിവിനെയും കുറിച്ച് ആധികാരികതയോട് ഇന്ന് ഇന്ത്യയിൽ എത്ര പേർക്ക് സംസാരിക്കാൻ കഴിയുമോ അതിൻ്റെ ഒരു ആധികാരികത നേടിയെടുത്ത ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിൻ്റെ ചെയർമാനായിരിക്കുന്ന ശ്രീ ശശികുമാർ. അദ്ദേഹത്തിന് ഇന്നത്തെ ഈ അവാർഡ് ദാന ചടങ്ങിന് മുഖ്യാതിഥിയായി കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെ എല്ലാ ആദരവോടും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ KU അബ്ദുള്ള, അത് മലബാർ മുസ്ലിം അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. മലബാർ മുസ്ലിം അസോസിയേഷനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല മദിരാശിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ വർഷങ്ങളായിട്ട് മദിരാശിയെ കേന്ദ്രീകരിച്ച് നല്ല നല്ല പ്രവർത്തനങ്ങൾ സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മലബാർ മുസ്ലിം അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഇനിയും ദക്ഷിണയുടെ അഭേദ്യ ഭാഗമാണ്. പക്ഷേ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ എന്ന് പറയുന്ന വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏതാണ്ട് 8-10 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകുന്ന അതിൻ്റെ സെക്രട്ടറി ശ്രീ AKജിയുടെ അദ്ദേഹത്തിൻ്റെ കഴിവും പാരമ്പര്യവും കാഴ്ചപ്പാടും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതിനെ വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ശ്രീമതി ശ്യാമള ജയപ്രകാശിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ശ്രീ CTMAയുടെ പ്രസിഡന്റ് ശ്രീ VC പ്രവീൺ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് VC പ്രവീൺ CTMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായി ഒതുക്കി അടുക്കി സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് നടത്തിക്കൊണ്ടിരിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ VC പ്രവീണിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനിയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇത്രയും മനസ്സോടുകൂടി സഹായങ്ങൾ എത്തിക്കുകയും എല്ലാത്തിനും പിന്തുണ നൽകുകയും ചെയ്ത വലിയ മനസ്സുള്ള ശ്രീ കൽപ്പക ഗോപാൽ അവരുടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അംഗീകരിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഒരു വലിയ റോഡിന് തന്നെ കൽപ്പക ഗോപാലൻ റോഡെന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇടാൻ തയ്യാറായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇനിയും ഞങ്ങളിൽപ്പെട്ടവരാണ് എല്ലാവരും. ശ്രീ KVB മോഹൻ വർക്കിംഗ് പ്രസിഡൻ്റാണ് ഫെയ്മയുടെ. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ PN രവിയാണുള്ളത്, ഞങ്ങളുടെ തന്നെ വർക്കിംഗ് പ്രസിഡൻ്റാണ്.
അദ്ദേഹത്തിനെ ഞാൻ എന്തു പറഞ്ഞാൽ ഞാൻ സ്വാഗതം ചെയ്യാം, അങ്ങേയറ്റം വലിയ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മോഹൻ നായർ, ജനറൽ സെക്രട്ടറി UCC പാടിയെന്ന് നിങ്ങൾക്കറിയാം. UCC കൈരളി വിദ്യാലയം ഒന്നും നടത്തി വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് UCC. അതിനെ നയിക്കുന്ന ശ്രീ മോഹൻ നായർ, ശ്രീ ശിവദാസൻ പിള്ള അദ്ദേഹം വന്നിട്ടുണ്ട്. ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മദ്രാസ് കേരള സമാജത്തിൻ്റെ പ്രസിഡന്റ്, ഇപ്പം നമ്മൾ സമാജത്തിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതുമാത്രവുമല്ല, അദ്ദേഹം വരുമെന്നറിയാം. ഈ അവാർഡിന് വേണ്ടിയുള്ള അതിൻ്റെ ഈ ധനപരമായ വശം എത്ര വർഷം മുമ്പോട്ട് പോയാലും അത് ഞാൻ എത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാവുണ്ണി മേനോൻ്റെ ഡ്രീംസ് അവാർഡുമായിട്ട് ചേർന്ന് നിൽക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സിനെ നമ്മൾ കൈയടിച്ച് തീർച്ചയായിട്ടും അതൊരു അംഗീകാരം, ഇതാണ്. ഓരോ വർഷവും 25,000 രൂപ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതാണ് ശ്രീ ശിവദാസൻ പിള്ള എന്ന് പറയുന്ന മഹാമനസ്കനായ ആ മനുഷ്യനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹത്തെയും ആ സമയത്തിന് നോക്കിക്കാട്ടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മോഹൻ നായർ UCCയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ശ്രീ പ്രഭാകരൻ വിളിച്ചു പറഞ്ഞു, കേരള ഫ്രണ്ട്സ് വിലാസത്തിന് അദ്ദേഹത്തിന് ശരീരസുഖമില്ലാത്തതുകൊണ്ട് വരാൻ പറ്റുന്നില്ല എന്നുള്ള വിവരം പറഞ്ഞു. ആ കുട്ടിയെ പിന്നെ സഹായധനത്തിന് വേണ്ടി കുട്ടിയെ അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ശ്രീ VK രാമകൃഷ്ണനും എത്തിയിട്ടില്ല. ശ്രീമതി നന്ദി പറയാനുള്ള ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ശ്രീമതി രജനി നാരായണൻ്റെ പേരാണ്. പ്രത്യേകിച്ചൊരു സ്വാഗതത്തിൻ്റെ ആവശ്യമുള്ള, ഞാൻ എന്നോട് തന്നെ സ്വാഗതം പറയുന്ന പോലെ തോന്നിപ്പോവും. അതുകൊണ്ട് ഈ എല്ലാ വേദിയിലിരിക്കുന്നവരെയും ഇനിയും ഇത്രയും നേരം കാത്തിരുന്ന് ഇതിനോട് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അഗൈതവമായ കൃതജ്ഞത ആദ്യം പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ വർഷത്തെ പുരസ്കാര ജേതാവ് അഷ്റഫ് താമരശ്ശേരിയായിരുന്നു എന്ന് ഈ വേദിയിൽ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗം. അതിനായി നമ്മുടെ ഡോക്ടർ CG രാജേന്ദ്രബാബു അവർകളെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലുള്ള സമാദരണീയനായ ശ്രീ ഫൈസൽ ഖാൻ, ആദരണീയനായ ശ്രീ ശശികുമാർ, മറ്റുള്ള ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, കാരണം വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിച്ച് അത് സമയം മാത്രമല്ല അത് വേണ്ട എന്നുള്ളത്, അതിനൊരു അഭംഗിയുമുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യും. ഇവിടെ സ്വാഗത പ്രാസംഗികനായ ശ്രീ SS പിള്ള ഈ അവാർഡിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി പറയുകയുണ്ടായി. ശ്രീ രാവുണ്ണിനെ പറ്റിയും പറയുകയുണ്ടായി. ചില വ്യക്തികൾ വലിയ വലിയ പ്രസ്ഥാനങ്ങളായി മാറുകയും ആ വ്യക്തികൾ കാലങ്ങൾക്ക് ശേഷവും സമൂഹത്തെ ഒക്കെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള ഒരാളായിരുന്നു ശ്രീ രാവുണ്ണി മേനോൻ. നമ്മൾ ഒരു സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ഇൻ്റർനെറ്റും മൊബൈലും ഒരു ടെക്നോളജിയുടെ വികാസത്തിൻ്റെ ഈ കാലഘട്ടത്തിലുള്ള ഒരു സോഷ്യൽ സർവീസ് അല്ല. ശ്രീ രാവുണ്ണി മേനോൻ്റെയൊക്കെ കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പ്, 10, 40, 50 വർഷങ്ങൾക്ക് മുമ്പൊക്കെയുള്ള ഒരു സാമൂഹിക സേവനം. ചെന്നൈ എന്ന് പറയുന്ന അന്ന് മദിരാശിയാണ്. അന്നത്തെ മദിരാശിയിൽ യാത്രാ സൗകര്യങ്ങളില്ല, മലയാളികൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവ്, സംഘടനകളില്ല, വളരെ ചിതറിക്കിടക്കുന്ന ഒരു മലയാളി സമൂഹം. ആ മലയാളി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിനും മദിരാശിയിലെ മലയാളികൾക്കൊരു സംഘടനാ ബോധമുണ്ടാക്കുന്നതിനും ആ സംഘടനാ ബോധത്തിലൂടെ അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ മലയാളി സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച ഒരാളായിരുന്നു ശ്രീ രാവുണ്ണി മേനോൻ. പ്രത്യേകിച്ച് ശ്രീ പിള്ളയുടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഒരു വലിയ
മലയാളി വിരുദ്ധ പ്രക്ഷോഭണം നടന്ന ഒരു കാലമുണ്ട് മദിരാശിയിൽ. മലയാളികളെ കണ്ടാൽ ഓടിച്ചിട്ടടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മദിരാശിയിൽ. അത് പുതിയ തലമുറയിൽപ്പെട്ട എത്ര പേർക്കുണ്ട് എന്ന് എത്ര പേർക്കറിയാമെന്നറിഞ്ഞുകൂടാ. അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാലത്ത് ഇവിടുത്തെ മലയാളികൾക്ക് ആശ്വാസവും താങ്ങും തണലുമായി നിന്ന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു ശ്രീ രാവുണ്ണി മേനോൻ. വേണമെങ്കിൽ വാക്കുകൊണ്ട്, ഇല്ലെങ്കിൽ ആയുധം കൊണ്ട് മലയാളിയെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ഇവിടുത്തെ മലയാളി സമൂഹത്തെ താങ്ങി നിർത്തിയ ഒരാളായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യൻ്റെ പേരിലാണ് ഈ പുരസ്കാരം. ഡ്രീംസ് എന്ന പേര് വളരെ ആലോചിച്ചിട്ടതാണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കണ്ട ഒരാളായിരുന്നു ശ്രീ രാവുണ്ണി മേനോൻ. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കാണുന്നവർക്ക് മാത്രമാണ് ഈ അവാർഡുകൾ നമ്മൾ നൽകിയിട്ടുള്ളത്. ശ്രീ പിള്ള ഇവിടെ പലരെയും സൂചിപ്പിച്ചു. മണിപ്പൂരിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന്, ഹൈദരാബാദിൽ നിന്ന് ഒക്കെ ഈ പുരസ്കാരം സ്വീകരിക്കുന്നതിന് ഈ വേദിയിൽ വിശിഷ്ടരായ വ്യക്തികൾ എത്തിയിട്ടുണ്ട്. അവരൊക്കെ പലരും പത്മ ബിരുദധാരികളാണ്. നമ്മുടെ അവാർഡിന് ശേഷം പത്മശ്രീ വാങ്ങിയ ആളുകളുണ്ട്. അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ റെക്കഗ്നിഷൻ ഉണ്ടായി വന്ന ഒരു അവാർഡാണ് ഈ ദക്ഷിണ രാവുണ്ണി മേനോൻ അവാർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ് ശ്രീ ഫൈസൽ ഖാൻ. ഈ ഡ്രീംസ് എന്ന പേരിലുള്ള ഈ അവാർഡ് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്കുള്ള വളരെ ഉചിതമായ ഒരു അംഗീകാരം ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം മഹാനായ ഒരച്ഛൻ്റെ മകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ പിതാവ് വിദ്യാഭ്യാസ മേഖലയിലും ആതുര ശുശ്രൂഷ മേഖലയിലും ചെയ്ത മഹത്തായ സേവനങ്ങൾ അത് ഒരു തലമുറയെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. ആ പിതാവ് നമ്മളെ വിട്ടു പിരിഞ്ഞിട്ടേറെ നാളായിട്ടുമില്ല. അടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹം ശ്രീ ഫൈസൽ ഖാനെയും നമ്മളെയും ഒക്കെ വിട്ട് പിരിഞ്ഞത്. അങ്ങനെ മഹാനായ ഒരു പിതാവിൻ്റെ മഹാനായിക്കൊണ്ടിരിക്കുന്ന ഒരു മകനാണ് ശ്രീ ഫൈസൽ ഖാൻ. ദക്ഷിണയുടെ ഈ പുരസ്കാരം വൈവിധ്യമാർന്ന മേഖലകളെയാണ് എല്ലാ വർഷവും തിരഞ്ഞെടുക്കുന്നത്. ഈ വർഷം അത് വിദ്യാഭ്യാസ മേഖലയ്ക്കും ആതുര ശുശ്രൂഷ മേഖലയ്ക്കും ചെയ്യുന്ന ഗംഭീരങ്ങളായിട്ടുള്ള സംഭാവനകൾക്കുള്ള ഒരു റെക്കഗ്നിഷനായിട്ടാണ് ശ്രീ ഫൈസൽ ഖാനെ ഈ പുരസ്കാരത്തിന് ഈ വർഷം തിരഞ്ഞെടുത്തത്. ദക്ഷിണയുടെ തിരഞ്ഞെടുപ്പ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നോമിനേഷൻസ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ഈ വർഷവും 7ഓളം നോമിനേഷൻസ് പരിശോധിച്ചതിന് ശേഷം ആ 7 നോമിനേഷൻസിൽ നിന്നാണ് ശ്രീ ഫൈസൽ ഖാനെ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണ് ഈ ദക്ഷിണ ഡ്രീംസ് അവാർഡ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ മഹാനായ ഒരു പിതാവിൻ്റെ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരു മകനായ ശ്രീ ഫൈസൽ ഖാൻ ഈ പുരസ്കാരം നൽകുന്നതിൽ വളരെ വ്യത്യസ്തമായി മാത്രം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയായ ദക്ഷിണയ്ക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥിക്കുള്ള ആദരവാണ്. ആദരവ് നൽകുന്നതിനായി ഡോക്ടർ CG രാജേന്ദ്രബാബു അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് സ്വീകരിക്കുന്നതിനായി ശ്രീ ശശികുമാർ സാറിനെ. ശശികുമാർ സർ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ആരാണെന്ന് നമ്മൾക്കറിയാം. ശ്രീ ശശികുമാർ
കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂർ ജില്ലയിൽ ജനനം. ചെന്നൈയിലും മുംബൈയിലും കൽക്കട്ടയിലുമായി വിദ്യാഭ്യാസം. മാധ്യമ പ്രവർത്തകൻ, ചലച്ചിത്രകാരൻ, അഭിനേതാവ്, പത്രപ്രവർത്തനം എന്നീ മേഖലകളിൽ പ്രശസ്തൻ. തികഞ്ഞ സംഗീതാസ്വാദകൻ. ചെന്നൈയിലും ഡൽഹിയിലും ദൂരദർശൻ്റെ വാർത്താവതാരകന നിർമ്മാതാവുമായി TV-യിലേക്കുള്ള രംഗപ്രവേശം. PTIക്ക് സ്വന്തമായ ഒരു സ്വകാര്യ ചാനൽ എന്തുകൊണ്ടായിക്കൂടാ എന്ന ഒരു ചിന്തയിൽ നിന്ന് ഏഷ്യാനെറ്റിൻ്റെ പിറവി. പ്രപ്പോസൽ PTI അംഗീകരിക്കാതെ വന്നപ്പോൾ സ്വന്തമായ ഒരു ചാനൽ തൻ്റെ അമ്മാവനായ ഡോക്ടർ റജി മേനോനുമായി തുടങ്ങിയ വ്യക്തി. ഇടതുപക്ഷ ചിന്താഗതി പുലർത്തുന്ന ഇദ്ദേഹത്തിൻ്റെ നിലപാടുകളും വളരെ ഉറച്ചതാണ്. പക്ഷപാതിത്വങ്ങൾ മറച്ചുവെക്കാതെയുള്ള പത്രപ്രവർത്തനം അദ്ദേഹം തുടരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ അത് നമുക്ക് ദർശിക്കാൻ കഴിയും. NS മാധവന്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരം ഹിന്ദിയിൽ ചെയ്ത് വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഒരുപാട് നിരൂപകരുടെ പ്രശംസ പിടിച്ചുപറ്റിയ സിനിമ കായാ തരൺ. ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ: ഇനിയും മരിച്ചിട്ടില്ലാത്ത ഭൂമി, കായാ തരൺ, ലൗഡ് സ്പീക്കർ, ബാല്യകാല സഖി, ലവ് 24x7, എന്നു നിന്റെ മൊയ്തൻ. അദ്ദേഹത്തിൻ്റെ പുരസ്കാരങ്ങൾ: അരവിന്ദൻ അവാർഡ്, ബെസ്റ്റ് ഡിബേറ്റ് ഫിലിം മേക്കർ ഫോർ കായാ തരൺ, സ്വദേശാഭിമാനി പുരസ്കാരം, കേരള സർക്കാരിൻ്റെ പരമോന്നത മാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് 2021 ഇദ്ദേഹത്തിന് ലഭിച്ചു. ഇദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരിക്കൽ കൂടി സ്വാഗതം സർ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ രാജേന്ദ്ര ബാബു, ഇന്നത്തെ അവാർഡ് സ്വീകരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന വളരെ പ്രഗത്ഭനായ പല രംഗങ്ങളിലും തിളഞ്ഞു നിൽക്കുന്ന ശ്രീ MS ഫൈസൽ ഖാൻ, വേദിയിലുള്ള വിശിഷ്ട അതിഥികളെ, പല രംഗങ്ങളിലും പ്രഗത്ഭരായ വിശിഷ്ട അതിഥികളും വേദിയിലുള്ള അതിഥികളും, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് ഇന്നത്തെ അവാർഡ് ജേതാവിന് നൽകാൻ എന്നെ തിരഞ്ഞെടുത്തതിൽ. അത് തന്നെ ഒരു അവാർഡായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഈ അവാർഡ് സ്മരിക്കുന്ന രാമുണ്ണി മേനോനെ ഞാൻ അറിയാമായിരുന്നു. എന്നാൽ ഇവിടെയുള്ള പലരെ പോലെ അങ്ങനെ അടുത്തറിയില്ല. ദൂരെ നിന്നാണെങ്കിലും അദ്ദേഹത്തെ വളരെ ആദരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. രാമുണ്ണി മേനോൻ നമ്മൾ സ്മരിക്കുകയും അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒരുമിച്ച് വേണമെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം he was an organizer, he was ഒരു സർവോപകാരി, a great organizer, a great friend, a man of the moment എന്നൊക്കെ പറയില്ലേ. അതൊരു നേതൃത്വം അല്ലെങ്കിൽ അത് പ്രൗഢമായ ഒരു ഹെറിറ്റേജോ പണശക്തിയോ ധനശക്തിയോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവ്, ആ വ്യക്തിത്വമാണ് തിളഞ്ഞു നിന്നിരുന്നത്. അത് നിങ്ങളെപ്പോലെ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീ പിള്ള എന്നെ വിളിച്ചത് ഈ ചടങ്ങിൽ വന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ഇന്ന് അവാർഡ് വിന്നറിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ അത് ഏൽക്കുകയാണ് ചെയ്തത്. എനിക്ക് 2 കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. രാമുണ്ണി മേനോനെ പറ്റി ശ്രീ പിള്ളയും ഡോക്ടർ രാജേന്ദ്ര ബാബുവും വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിച്ചിട്ടുണ്ട്. വാട്ട് ഹി വാസ്, അദ്ദേഹത്തിൻ്റെ എസെൻസ് ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു അവാർഡ് അതേ രീതിയിലൊരു വ്യക്തിത്വമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണ്. അതിന് നമ്മൾ പത്മ അവാർഡിന് പോലും താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഇത് വേറൊരു അവാർഡാണ്, ഇത് വ്യക്തിത്വമുള്ളൊരു അവാർഡാണ്. ഇങ്ങനെയൊരു അവാർഡ് അതിൻ്റേതായ ഭംഗിയും അതിൻ്റേതായ ഇമ്പോർട്ടൻസും പ്രാധാന്യവും ഉണ്ട്.
പത്മാവതിന് അതിൻ്റേതായതുമുണ്ട്. അതിലൊരു ഹൈറാർക്കി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അവാർഡുകൾ ഒരുപാട് പ്രൊലിഫറേറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതിൽ ചിലതൊക്കെ തിളങ്ങി നിൽക്കും. ഒരിക്കലും മങ്ങാൻ പോകാത്തൊരു അവാർഡാണ് രാമുണ്ണി മേനോൻ്റെ സ്മരണയിലുള്ളൊരു അവാർഡ് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അവാർഡിൻ്റെ ജേതാവ് ശ്രീ ഫൈസൽ ഖാനിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. രണ്ടാമത്, രാമുണ്ണി മേനോൻ ഒരു മാതൃകാ പുരുഷനാവാൻ എൻ്റെ മനസ്സിൽ കാരണം, നമ്മൾ സാധാരണ രീതിയിൽ ഒരു സംസ്കാര വേദിയിൽ അല്ലെങ്കിൽ സംസ്കാര ഫീൽഡിൽ ഗാംഭീര്യം നിറഞ്ഞ കാര്യങ്ങളെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇപ്പം മാർക്സിസ്റ്റ് ഫിലോസഫിയിൽ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അടിത്തറ, മേൽക്കെട്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ബേസാണ് എല്ലാം. ഇക്കണോമിക് ഇഷ്യൂസ് ബേസാണ്. സംസ്കാരം, ലോ, ഗവൺമെൻറ് അതൊക്കെയാണ് മേൽക്കൂര എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷെ അതിനെതിരായിട്ടിപ്പോൾ മാർക്സിസത്തിൽ തന്നെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. അടിത്തറയുടെ ഭാഗം തന്നെയാണ് സംസ്കാരം. സാമൂഹിക പ്രവർത്തനം അടിത്തറയുടെ ഒരു ഭാഗം തന്നെയാണ്. അതിൻ്റെ ഇക്കണോമിക് ആസ്പെക്റ്റിൽ നിന്നും വേർപിരിക്കേണ്ട കാര്യമില്ല, പാടില്ല എന്നുള്ളൊരു അതുകൊണ്ട് തന്നെ സാധാരണയുള്ള കാര്യങ്ങൾ, സാധാരണക്കാർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, വാട്ട് ഈസ് ഓർഡിനറി, വാട്ട് ഈസ് എവറി ഡേ, ദാറ്റ് ഈസ് കൾച്ചർ. ദി ഓർഡിനറി, ദി എവറി ഡേ ഇസ് എ കൾച്ചർ എന്ന് റെയ്മണ്ട് വില്യംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോട്ട് വാട്ട് ഈസ് സെലിബ്രേറ്റഡ്, നോട്ട് ദ ക്ലാസിക്കൽ, അതൊന്നും കൾച്ചറലാണെന്നല്ല. അതിലൊക്കെ ഉപരിയാണ് ദി ഓർഡിനറി ആൻഡ് ദി എവറി ഡേ. ആ ഓർഡിനറിനെസ്, ദാറ്റ് എവറിഡേനെസ്, ആ ദൈനംദിന കാര്യങ്ങളെപ്പറ്റി ആ പ്രവർത്തനമാണ് എല്ലാത്തിലും ഉപരിയായ പ്രവർത്തനം എന്നുള്ളതാണ് രാമുണ്ണി മേനോൻ്റെ പ്രത്യേകതയും അദ്ദേഹം നമുക്കൊരു മാതൃകയായി നിൽക്കാനുള്ള കാരണവും എന്നെനിക്ക് പ്രത്യേകം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ അവാർഡ് ഇത് ഈ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ഇപ്പോൾ എട്ടാമത്തെ കൊല്ലമാണെന്ന് തോന്നുന്നു. അത് എല്ലാ കൊല്ലവും വളരെ പ്രഗത്ഭരായവരെ കണ്ടുപിടിച്ച് അത് അവർക്ക് കൊടുക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ദക്ഷിണയ്ക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഒന്നും കൂടി നിങ്ങളോടൊപ്പം രാമുണ്ണി മേനോനെ ഇവിടെ സ്മരിക്കാനും അദ്ദേഹത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഇന്നത്തെ അവാർഡ് ജേതാവിന് അവാർഡ് കൊടുക്കാൻ എന്നെ ക്ഷണിച്ചതിനും വളരെ അധികം നന്ദി. നമസ്കാരം. താങ്ക് യു സർ. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ലൗഡ് സ്പീക്കർ എന്ന സിനിമയിലെ മൈക്കിനെ മയപ്പെടുത്തുന്ന ആ ഒരു ചിത്രം തന്നെയാവട്ടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷം, സ്നേഹം. അടുത്തതായി നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പുരസ്കാര സമർപ്പണമാണ്. പ്രസൻറ്റേഷൻ ഓഫ് ഡ്രീംസ് 2026. പുരസ്കാരം വാങ്ങുന്ന വ്യക്തി ആരാണെന്ന് ഒരിക്കൽ കൂടി നമുക്കറിയണ്ടേ? അതിലേക്ക് അന്തരിച്ച സാമൂഹ്യ പ്രവർത്തകൻ രാമുണ്ണി മേനോൻ്റെ സ്മരണാർത്ഥം കലാ-സാംസ്കാരിക സംഘടനയായ ദക്ഷിണ ഏർപ്പെടുത്തിയ ദക്ഷിണ രാമുണ്ണി മേനോൻ സാമൂഹ്യ സേവന പുരസ്കാരത്തിന് നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടറും ജീവകാരുണ്യ പ്രവർത്തകനുമായ MS ഫൈസൽ ഖാനെ തിരഞ്ഞെടുത്തു. നിംസ് മെഡിസിറ്റി, നൂറുൽ ഇസ്ലാം സെൻറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നീ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലിരുന്ന് സമൂഹത്തിലെ അശരണർക്ക് സഹായമെത്തിക്കുന്ന ഫൈസൽ ഖാൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് ദക്ഷിണ രാമുണ്ണി മേനോൻ പുരസ്കാരം അദ്ദേഹത്തിന് നൽകുന്നത്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തെക്കൻ മേഖലകളിൽ സ്തുത്യർഹമായി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ 2 സംരംഭങ്ങളുടെ പ്രവർത്തന ലക്ഷ്യത്തിൽ സഹജീവി സ്നേഹവും ഉൾപ്പെടുത്തിയത് ഫൈസൽ ഖാൻ്റെ ദീർഘവീക്ഷണവും കാരുണ്യവുമാണ്. സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുന്ന തരത്തിലാണ് ഇവയുടെ പ്രവർത്തനം.
സൗജന്യ ഹൃദയ ശസ്ത്രക്രിയകൾ, ഡയാലിസിസ്, ഭിന്നശേഷി കുട്ടികൾക്കുള്ള പെൻഷൻ സ്കീം, ദുരന്ത മേഖലകളിലെ പുനരധിവാസം തുടങ്ങി അനേകം പദ്ധതികളാണ് ഫൈസൽ ഖാന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. നിംസിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി 263 ഹൃദയ ശസ്ത്രക്രിയകൾ, 14,000 ആൻജിയോഗ്രാം, 4,500 ആൻജിയോപ്ലാസ്റ്റി, 9,500 ഡയാലിസിസ് എന്നീ ചികിത്സകൾ ഇതുവരെ നടത്തി കഴിഞ്ഞു. BPL കുടുംബങ്ങൾക്കായി സൗജന്യ വൃക്ക മാറ്റിവെക്കൽ ചികിത്സയും സ്പെഷ്യലിറ്റി ക്ലിനിക്കുകളുടെ സൗജന്യ ചികിത്സയും ഫൈസൽ ഖാൻ ആവിഷ്കരിച്ച പദ്ധതികളിൽ ഉണ്ട്. 312 ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രതിമാസ പെൻഷൻ നൽകി വരുന്നു. നിംസിന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് റിസർച്ച് സെന്റർ വഴി നൽകി വരുന്ന സൗജന്യ സ്പീച്ച് ആൻഡ് ഓഡിയോളജി, ഓട്ടിസം, നാഡീപേശി ജനിതക വൈകല്യങ്ങൾക്കുള്ള ചികിത്സ തുടങ്ങിയവയും ശ്രദ്ധേയമായ ജീവകാരുണ്യ പ്രവർത്തനമാണ്. വയനാട് ദുരന്തമുഖത്തു നിന്നുള്ള 153 വിദ്യാർത്ഥികളെ നിംസ് അവരുടെ വിദ്യാഭ്യാസം തുടരുന്നതായി ഏറ്റെടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള സൗജന്യ ചികിത്സയും നൽകുന്നുണ്ട്. നിംസിലെ ജീവനക്കാർ പൂർണ്ണമായും ഖാദി ഉപയോഗിച്ച യൂണിഫോമാണ് ധരിക്കുന്നത്. സുനാമി ബാധിതർക്കും ഗിരിവർഗ വിദ്യാർത്ഥികൾക്കും നൽകി വരുന്ന സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ സിവിൽ സർവീസ് കോച്ചിങ്, ബയോടെക്നോളജി ട്രെയിനിങ്, ജനിക്കുന്ന ഓരോ കുട്ടിക്ക് വേണ്ടി ഓരോ മരം നട്ടുപിടിപ്പിക്കുന്ന നിംസ് ഹരിതകം പദ്ധതി, പരമ്പരാഗത കൃഷിക്കുള്ള പ്രോത്സാഹനം എന്നിവയൊക്കെ ഫൈസൽ ഖാൻ ആവിഷ്കരിച്ചു. നടപ്പിലാക്കിയ പരിപാടികളിൽ സ്തുത്യർഹമായ പങ്കുവഹിക്കുന്നതാണ്. നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളും ഫൈസൽ ഖാനെ തേടിയെത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പ്രസംഗകനായും ഫൈസൽ ഖാൻ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. ഫൈസൽ ഖാന് 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ദക്ഷിണ രാമുണ്ണി മേനോൻ സാമൂഹ്യ സേവന പുരസ്കാരം ഇന്നീ വേദിയിൽ നമ്മൾ സ്നേഹപുരസരം സന്തോഷത്തോടെ സമ്മാനിക്കുകയാണ്. നിറഞ്ഞ കയ്യടികളോടെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിനെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നതിനായി ഡോക്ടർ CG രാജേന്ദ്രബാബു അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ. അദ്ദേഹത്തിന് മൊമെന്റോ നൽകി ആദരിക്കുന്നതിനായി ശ്രീ ശശികുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിനുള്ള സൈറ്റേഷൻ നൽകുന്നതിനായി നമ്മുടെ CTMA പ്രസിഡന്റ് VC പ്രവീൺ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ചെക്ക് നൽകുന്നതിനായി മദ്രാസ് കേരള സമാജം പ്രസിഡന്റ് ശ്രീ M ശിവദാസൻ സാർ അവളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത്രയൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മറുപടി വാക്കുകൾക്കായി നമുക്ക് കാതോർത്തിരിക്കാം. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ CG രാജേന്ദ്രബാബു സാർ അവർകൾ, സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ശ്രീ SS പിള്ള സാർ, ബഹുമാനപ്പെട്ട ശ്രീ M ശിവദാസൻ പിള്ള സാർ, ശ്രീ കൽപ്പക ഗോപാലൻ സാർ, ബഹുമാനപ്പെട്ട എൻ്റെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ ലൗഡ് സ്പീക്കർ എന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ ആകർഷണമായ ശ്രീ ശശികുമാർ സാർ അവറുകൾ, ശ്രീമതി ശ്യാമള ജയപ്രകാശ്, ശ്രീ KU അബ്ദുള്ള സാർ, ശ്രീ KV മോഹനൻ സാർ, ശ്രീ PN രവി അവറുകൾ, ശ്രീ മോഹനൻ നായർ സാർ, ശ്രീ VK രാമകൃഷ്ണൻ അവറുകൾ, ശ്രീ KR പ്രഭാകരൻ സാർ, ശ്രീമതി രജനി രജനാരായണൻ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വർഷങ്ങളോളം ഉള്ള പരിചയമായ ബഹുമാനപ്പെട്ട ശ്രീ പ്രവീൺ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ദക്ഷിണ എന്ന ഓർഗനൈസേഷൻ്റെ സംഘാടകരും മദ്രാസിലെ നമ്മുടെ മലയാളി സുഹൃത്തുക്കളും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ദക്ഷിണ സാമൂഹിക രാമുണ്ണി മേനോൻ സേവന പുരസ്കാരം
എന്നെ തിരഞ്ഞെടുത്തതിന് ആദ്യമേ സംഘാടകരോടുള്ള വിനീതമായ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. കാരണം എനിക്ക് മുന്നേ ഈ പുരസ്കാരം ലഭിച്ചവരെല്ലാം തന്നെ വളരെയധികം പ്രഗത്ഭരാണ്. പ്രഗത്ഭർ എന്ന് പറയുമ്പോൾ സാമൂഹ്യ സേവന മേഖലയിൽ എൻ്റെ വയസ്സിനേക്കാളും വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ പുരസ്കാരം ഇവിടെ മേടിക്കാൻ അർഹരായിട്ട് ഇതിന് വന്നിട്ടുള്ളതെന്നുള്ളതാണ്. അപ്പോൾ പ്രായത്തിൽ ബഹുമാനപ്പെട്ട SS പിള്ള സാറ് പറഞ്ഞു വളരെ ചെറിയ ചെറുപ്പക്കാരനാണെന്ന്. അത്രയും ചെറുപ്പക്കാരനല്ല. എന്നിരുന്നാലും എനിക്ക് ഇങ്ങനൊരു പുരസ്കാരം ഏറ്റവും പ്രായം കുറഞ്ഞതിൽ കിട്ടിയതിന് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ സാമൂഹ്യ സേവനം എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിയെ ആദരിക്കുമ്പോൾ തീർച്ചയായും അതൊരു പ്രചോദനമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മറ്റൊരാൾ വിലയിരുത്തപ്പെടുന്നു, അതിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പം പലരും പറയാറുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, എനിക്കത് താല്പര്യം ഉണ്ടാവുന്നില്ല, ഞാൻ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ അത് പറയുന്നതും ഒരു വേദിയിലാണ് പറയുന്നത്. അത് നമ്മൾ കേൾക്കുന്നത് വേറെ വേദിയിൽ കൂടെയോ മാധ്യമത്തിൽ കൂടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേൾക്കുന്നത്. ഏതൊരു മനുഷ്യനും അപ്രീസിയേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രചോദനങ്ങളും അവൻ്റെ ആക്ടിവിറ്റീസും ആക്ഷൻസും മുരടിച്ചു പോകുമെന്നുള്ളതാണ്. നമ്മൾ തന്നെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എല്ലാം തിരസ്കരിച്ചുകൊണ്ടും അതിനെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടും അതിനെ വഹിക്കാതെയും പോയി കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതൊരു പ്രകൃതി നിയമം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പക്ഷേ അതിനൊരു അളവുകോലുണ്ടെന്ന് മാത്രം. നമ്മളത് അപ്രീസിയേഷന് വേണ്ടി മാത്രമായി പോകാനും പാടില്ല. നമ്മൾ ആൾക്കാരെ ആവശ്യമുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ സേവനത്തിലേക്ക് പോകുമ്പോൾ അവരത് ഓർമ്മിക്കപ്പെടുന്നു, ഓർത്തെടുക്കുന്നു, അല്ലെങ്കിൽ സമാനമായ ആൾക്കാരുമായി ഒരുമിച്ച് കൂടാൻ സാധ്യതയുണ്ടാകുന്നു. ഇതൊക്കെ തന്നെ സാമൂഹിക പ്രവർത്തകർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായി ഞാൻ കാണുന്നു. ഇപ്പോൾ എനിക്ക് മുമ്പ് കിട്ടിയ വർഷങ്ങൾ കിട്ടിയതാണ് സായി ഗ്രാമിലെ ആനന്ദ് കുമാർ സാർ എന്ന് പറയുന്നത്. വർഷങ്ങളോളം എനിക്ക് അദ്ദേഹത്തുമായിട്ട് 10-20-25 വർഷമായിട്ട് അറിയുന്ന വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സായി ഗ്രാമിലേക്ക് പല പ്രാവശ്യവും പോകുമ്പോഴേക്കും അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നിസ്തുലമായ പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഗ്രാമസ്വരാജ് എന്നൊക്കെ നമ്മൾ മഹാത്മാഗാന്ധിജിയുടെ വചനങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും എന്താണ് ഗ്രാമസ്വരാജ് എന്നുള്ളത്, ആ നാട്ടിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് കാട്ടുന്നത് ആനന്ദ് കുമാർ സാറാണ്. അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട അഷ്റഫ് താമരശ്ശേരിക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഇവിടെ അസോസിയേഷനുണ്ട്, നമുക്ക് വളരെയധികം സ്ട്രോങ് ആണ്. മദ്രാസ് എന്ന് പറഞ്ഞാൽ കേരളം പോലെ തന്നെയാണ്. പക്ഷേ അതുപോലെയല്ല ഒരു കാലത്ത് ഈ പറയുന്ന വിദേശ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ, ദുബായിൽ പോലെയുള്ള മറ്റു രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ, അവിടെ ഈ പറയുന്ന എല്ലാവർക്കും ഒരേ രീതിയിൽ തട്ടിൽ കാണുന്നവരുമല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ദുബായ് എന്ന് പറയുമ്പോൾ പ്രവാസി മുതലാളിമാരെ മാത്രമാണ് നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഹെലികോപ്റ്ററും വിമാനങ്ങളും അല്ലെങ്കിൽ ആഡംബരമായ കാറുകളൊക്കെ പോകുന്ന വലിയൊരു വ്യവസായികളെയാണ് എപ്പോഴും പ്രവാസി വ്യവസായികളെന്ന് നമ്മൾ കാണുന്നത്. പക്ഷേ എത്രയോ ലക്ഷം പേരാണ് എത്രയോ ലേബർ ക്യാമ്പുകളിലായിട്ട് പോകുന്നത്. അതിലൊരാൾ പെട്ടെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഡ്യൂട്ടിയുടെ അവസ്ഥയും 8 മണിക്കൂറും 12 മണിക്കൂറും സ്ട്രൈറ്റ് ഡ്യൂട്ടിയും എല്ലാം എടുത്തുകൊണ്ട് വരുന്നതിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ അത് എന്തായി, അവനെ കൂടെ നിൽക്കാൻ ആരുണ്ട്, കൂടെ എന്താ ഒരു കാലഘട്ടത്താണ് അഷ്റഫ് താമരശ്ശേരി എന്ന് പറയുന്ന മനുഷ്യൻ എല്ലാം ത്യജിച്ചുകൊണ്ട് അവരെ, ഒരാൾ മരണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ആ മൃതദേഹം അവൻ്റെ തറവാട്ടിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ രീതിയിൽ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആ മഹാമനുഷ്യനും ഈ പുരസ്കാരം, ദക്ഷിണയുടെ പുരസ്കാരം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഓരോരുത്തരെയും നമ്മളും തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവരെല്ലാം ഓരോ മേഖലയിൽ വളരെയധികം സാന്നിധ്യം കാണിച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണെന്നുള്ളതാണ്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് വളരെ കൂടുതലാണ്. ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ അത്രത്തോളമാണോ എന്ന് എനിക്ക് വിലയിരുത്തുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നിരുന്നാലും എന്നെ ഇങ്ങനെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തതിൽ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി വായിച്ചപ്പോൾ എനിക്കതിനകത്ത് എനിക്ക് തന്നെ അഭിമാനം തോന്നുന്ന, എനിക്കങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്ന് തോന്നുന്ന 3-4 പ്രവർത്തനങ്ങളുണ്ട്. അതിൽ 1-2 പ്രവർത്തനങ്ങളാണ്. ഒന്ന് ഈ പറയുന്ന ഭിന്നശേഷി കുട്ടികൾക്കുള്ള പെൻഷൻ എന്ന് പറയുന്നത്. അതൊരു കോവിഡ് സമയത്ത് തുടങ്ങിയൊരു പെൻഷൻ സ്കീമാണ്. അതിനുമുമ്പ് നമ്മളൊരു ആനി സെല്ലിവൻ സെൻറ്റർ ഫോർ ഡിസേബിലിറ്റി എന്ന് പറഞ്ഞ എന്നൊരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. ആനി സെല്ലിവൻ എന്ന് പറഞ്ഞാൽ ഹെലൻ കെല്ലർ എന്ന ലോകപ്രശസ്തമായിട്ടുള്ള ആ മേഡത്തിനെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ ഗുരുനാഥയുടെ പേരാണ് ആനി സെല്ലിവൻ. അപ്പോൾ ആ പേരിലുള്ള ഒരു സെൻറ്റർ പോലും ലോകത്തില്ല എന്നുള്ളതാണ്. ആനി സെല്ലിവൻ എന്ന മേഡം ഇല്ലയെന്നുണ്ടെങ്കിൽ ഹെലൻ കെല്ലറല്ല. ഹെലൻ കെല്ലറിനെ പഠിപ്പിച്ച അധ്യാപകയാണ്. ഇത്രയും സ്ട്രെസ് എടുത്ത് പഠിപ്പിച്ച അധ്യാപകയുടെ പേരിലാണ് ആ സെൻറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള നെയ്യാറ്റിൻകരയിലുള്ള
അല്ലെങ്കിൽ ആ നെയ്യാറ്റിൻകരയുടെ വളരെയധികം കോസ്റ്റൽ റൂറൽ ഭാഗത്തുള്ളവരൊക്കെ ഈ തെറാപ്പിക്ക് വേണ്ടി വരുമായിരുന്നു. അപ്പോൾ നമ്മളൊരു 3000 രൂപ തെറാപ്പിക്ക് ചാർജ് ചെയ്യും ഒരു മാസം. അവർക്ക് വന്ന് എത്ര ദിവസം വേണം ചെയ്യാം, അവർക്ക് തെറാപ്പി ചെയ്യാം. കാരണം ഓരോ സെഷൻസും ചിലപ്പോൾ 500-600 രൂപയൊക്കെയാണ് അവിടെ പോലും മേടിക്കുന്നത്. അപ്പോൾ അത് വേണ്ട, ഒരു 3000 രൂപ ഒരു പാക്കേജിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അതൊരു 4 മാസം ആയപ്പോഴേക്കാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സഹോദരനാണ് സാംബ മോഡി അവറുകളാണ് ആ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം അന്ന് തിരുവനന്തപുരത്ത് ഒരു ആവശ്യമായിട്ട് വന്നു. ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, എന്തായാലും എൻ്റെ എത്ര സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ഉണ്ടെങ്കിലും ഞാൻ ഈ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ട് പോയത്. പക്ഷെ 4 മാസം കഴിഞ്ഞപ്പോഴേക്കും കോവിഡ് വന്ന ആ സെൻറ്ററും ക്ലോസ് ആയി. കാരണം എല്ലാം ലോക്ക്ഡൗൺ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും നിശ്ചലമാണ്, ഇനി ഒരു പണിയും ഇല്ല, ആർക്കും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് തോന്നിയൊരു തോന്നലാണ്, ഈ വരുന്ന 34 ഭിന്നശേഷി കുട്ടികളാണ് അന്ന് ഈ പറയുന്ന 3000 രൂപ വെച്ച് അടച്ച് വന്നത്. അപ്പോൾ അന്ന് അത് നോക്കുന്നതും ഞാനത് ഒരിക്കലും സ്ട്രിക്റ്റായിട്ട് ആ പൈസ മേടിക്കത്തില്ല. അവരടച്ചോട്ടെ, അല്ലെങ്കിൽ ഒരു മാസം എപ്പോഴെങ്കിലും അടച്ചാൽ മതി. അപ്പം 1500 അടച്ചവരുണ്ട്, 2000 അടച്ചവരുണ്ട്, ചിലപ്പം അതിനകത്ത് അവധി പറഞ്ഞവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പൈസയ്ക്ക് ഇരിക്കട്ടെ. ഞാൻ ആ ഒരു സ്റ്റാഫിനോട് പറഞ്ഞു, നമുക്ക് എന്തായാലും 4 മാസമൊക്കെ അവർ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഓരോ മാസവും നമുക്ക് അവർ മേടിച്ച പൈസ അവർക്ക് തിരികെ കൊടുക്കാം, ഒരു പെൻഷൻ പോലെ. നമുക്ക് എപ്പോഴെങ്കിലും സെൻറ്ററും ലോക്ക്ഡൗണൊക്കെ മാറുമ്പോഴേക്കും നമുക്കത് തിരിച്ചടക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട, നമുക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാം ഈ പറയുന്ന 33 പാക്കറ്റായിട്ട് 3000 രൂപയും 2000 രൂപയൊക്കെ വെച്ച് ഫുൾ അവർ 1500 അടച്ചെങ്കിലും 3000 വെച്ച് തന്നെ കൊടുത്തു. ഓരോ വീടുകളും പോലീസിൻ്റെ പെർമിഷൻ എടുത്തുകൊണ്ട് പോയി കണ്ട ഒരു കാഴ്ചയുണ്ട്. കാരണം ഒരു 10 ദിവസമായപ്പം തന്നെ അവരുടെ ഫുഡെല്ലാം അങ്ങ് തീർന്നു. അവരൊരു ഗതിയുമില്ലാതെ ലോക്ക്ഡൗണിൽ നിൽക്കുകയാണ്. കാരണം എപ്പോഴും ഒരു ഭിന്നശേഷി കുട്ടികൾ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല. കാരണം ആ കുട്ടിയുടെ കൂടെ എപ്പോഴും ഒരു അമ്മ എപ്പോഴും ഉണ്ടാവണം. ആ കുട്ടിയുടെ ഒരു സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പലരും വിഡോസ് ആയിരിക്കും. അല്ലെങ്കിൽ അച്ഛനുണ്ടെങ്കിൽ തന്നെ അച്ഛൻ ഈ മാനസിക പ്രശ്നം കാരണം നല്ല കടുത്ത മദ്യപാനിയായിട്ട് മാറുന്ന അച്ഛനായിരിക്കും. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, മെജോറിറ്റി പറയുന്നത്, പ്രത്യേകിച്ച് റൂറൽ മേഖലയിലുള്ളവരെല്ലാം. അപ്പം അങ്ങനെ ആ നിമിഷത്താണ് നമ്മൾ ഈ പറയുന്ന 3000 രൂപയും കൊണ്ട് അങ്ങോട്ട് വീട്ടിൽ പോകുന്നത്. പക്ഷെ പലപ്പോഴും അത് കാണുമ്പം നമ്മുടെ സ്റ്റാഫുകൾ പറയും, സാർ നമുക്ക് കൊടുത്ത ഇത്രയും ഒരു പുണ്യമുണ്ടോ എന്നുള്ള കാര്യം. അത് കൊടുത്ത് ഇപ്പം അടുത്ത മാസം ആകുമ്പോഴേക്കും ദിവസവും അവരിങ്ങനെ പുറത്ത് വീട്ടിൽ നിൽക്കും അത്രേ, ഈ വണ്ടി എപ്പോഴെത്തും, നിംസിൻ്റെ വണ്ടി എപ്പോഴെത്തും എന്നുള്ളത്. ആ ഒരു മേഖലയിൽ നിന്നാണ് ഞങ്ങളൊരു നെയ്യാറ്റിൻകര പെൻഷൻ പ്ലാൻ എന്നൊരു പദ്ധതി ആരംഭിക്കുന്നത്. അതായത് ആദ്യം നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ ഭിന്നശേഷി കുട്ടികൾക്കും, അതായത് സാമ്പത്തികമായിട്ട് BPL എന്ന് ചിലപ്പം കാർഡില്ലാത്തവരായിരിക്കും, കാർഡുള്ളവരായിരിക്കും, ആവശ്യമുള്ളൊരു ലിസ്റ്റ് നിന്നാണ് നമ്മളത് പെൻഷൻ കൊടുക്കുന്നുള്ളത്. അങ്ങനെ ഒരു മുനിസിപ്പാലിറ്റിയിൽ ആരംഭിച്ച് 12 പഞ്ചായത്തുകൾ കവർ ചെയ്ത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ല വിട്ട് മറ്റ് പഞ്ചായത്തുകളിലേക്കും നമ്മൾ ആ ഒരു സ്കീം എല്ലാ മാസവും ഞങ്ങൾ ശമ്പളം മേടിക്കുമ്പോൾ ഇത്രയും അമ്മമാരുടെ അക്കൗണ്ടിലേക്ക് ഈ പെൻഷൻ എത്തിക്കുന്ന നെയ്യാറ്റിൻകര പെൻഷൻ പ്ലാൻ ആരംഭിക്കുകയും അത് കഴിഞ്ഞ 5 വർഷമായി കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമായി കാണുന്നൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അത് വളരെയധികം അഭിമാനമായിട്ടുള്ള കാണുന്നത്. കാരണം കേരളത്തിലെ ക്ഷേമ പെൻഷൻ പോലെ ഞങ്ങൾക്കും ഒരു ചെറിയൊരു ഓർഗനൈസേഷൻ നിന്നുകൊണ്ട് ഞങ്ങൾക്കും ചെറിയൊരു കാര്യത്തിൽ 10-12 പഞ്ചായത്തിലെങ്കിലും അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. രണ്ടാമത് അഭിമാനത്തോടെ കാണുന്നത് ഒരു പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് കെയർ എന്നൊരു പ്രൊജക്റ്റാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ബഹുമാനപ്പെട്ട സംഘടനകളിലിരിക്കുന്ന കേരള മലയാളി സമാജത്തിൻ്റെ ഒക്കെ ഇരിപ്പുണ്ട്. നമ്മളൊക്കെ ഈ പറയുന്ന ട്രാൻസ്പ്ലാന്റ് വേണ്ടിയിട്ട് വളരെയധികം, മലയാളികളെന്നല്ല എല്ലാവരും, ഒരാൾക്കൊരു അസുഖം എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഓർഗനൈസേഷൻ ആകുമ്പോഴേക്കും ട്രാൻസ്പ്ലാന്റ് എന്നോ ലിവർ ട്രാൻസ്പ്ലാന്റ് എന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നിംസിൽ ട്രാൻസ്പ്ലാന്റിന് രോഗികൾ വരും. ഇപ്പോൾ എല്ലാം ഉൾപ്പെടെ ഡോണറിൻ്റെ കോസ്റ്റും എല്ലാം ഉൾപ്പെടെ 6.5 lakhs ആണെങ്കിൽ ഞങ്ങൾ മേടിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടുള്ളത് അവർക്കൊരു 2.5 to 3 lakhs എല്ലാം ചെയ്തു കൊടുക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെ വളരെയധികം പേഷ്യൻസ് വരുന്നവരൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ അത്രയും ദൂരം നിന്നൊക്കെ വരും. 2.5 ലക്ഷം രൂപയ്ക്ക് 3 ലക്ഷം രൂപയ്ക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോഴേക്കും അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായിരിക്കും വരുന്നത്. ഓട്ടോറിക്ഷക്കാരായിരിക്കും, അല്ലെങ്കിൽ കൂലിപ്പണിക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിനം എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്നതായിരിക്കും, അമ്മ മകന് കൊടുക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അടുത്തൊരു 6 മാസം അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് വീട്ടിലാർക്കും വരാൻ പറ്റില്ല. കാരണം ഇൻഫെക്ഷൻ വരും. അവർ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴേക്കും ചെറിയ വീടായിരിക്കും, ഒരു മുറിയെ കാണുള്ളൂ. ആ മുറിക്കകത്തായിരിക്കും 2 പേരും കിടക്കുന്നത്. ഡോണറും റെസിപ്പിയൻറ്റും കിടക്കുന്നത് 2 റൂമിലായിരിക്കും. അവിടെ ചിലപ്പം ഗ്രാൻഡ് മദറോ ഗ്രാൻഡ് ഫാദറോ ആയിരിക്കും ഇവർ 2 പേരും നോക്കാനുള്ളത്. അവരുടെ കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, അത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ഇതേപോലത്തെ ഒരു ഫംഗ്ഷന് അവിടെ പോയിട്ട് തിരികെ വന്നപ്പോഴേക്കും വൈകുന്നേര സമയത്ത് ഒരു അമ്മൂമ്മ പുറത്തുനിന്ന് കൈ കാണിക്കുന്നുണ്ട്.
അത് നിംസിൻ്റെ വണ്ടിയല്ലേ സാർ, ഒരു മിനിറ്റ് ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഞാനവിടെ ഇറങ്ങി. അപ്പോൾ ഡ്രൈവറേ ഉള്ളൂ. ഞാൻ ഒരു റോഡ് നിർത്തിയിട്ട് വീണ്ടും ഉള്ളിലോട്ട് 100 മീറ്റർ ഉള്ളിലോട്ട് പോകണം. പോകുമ്പോഴേക്കും കുറച്ച് 2 കുഞ്ഞുങ്ങൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് നോക്കിയപ്പോഴേക്കും കണ്ട കാഴ്ചയാണ് ഞാൻ പറയുന്നത്. 2 കട്ടിലിൽ 2 പേരും ഇങ്ങനെ റെസിപ്പിയൻറ്റും ഡോണറും ഇങ്ങനെ കിടക്കുന്നു, മരുന്നുകൾ എത്തിക്കുന്നു. അപ്പം ഈ ജനലിൽ കൂടെ എനിക്ക് ആളിനെ പരിചയമുണ്ട്. കാരണം എൻ്റെ അടുത്ത് അന്നും സാമ്പത്തികമായിട്ട് സഹായം ചോദിച്ച് വന്നു. ഈ ട്രാൻസ്പ്ലാന്റ് വന്നപ്പോഴും ഞാൻ എപ്പോഴും കുറച്ച് കൊടുത്ത ഒരാളാണ്. എൻ്റെ സാർ വന്ന ഇവിടെ പേപ്പർ നോട്ടീസ് കണ്ടു സാർ വരുന്നെന്ന്. സാർ എനിക്കൊരു 5000 രൂപ കടം തരൂ സാർ. ഞാൻ പറഞ്ഞു 2.5 ലക്ഷം രൂപ എനിക്ക് തന്ന ആൾ എൻ്റെ അടുത്ത് 5000 രൂപ കടം ചോദിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു. സാർ നിവൃത്തിയില്ല, എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണ്ടേ സാറെന്ന്. അങ്ങനെ അന്ന് ആ പൈസ ഞാൻ കൊടുത്ത് തിരിച്ച് വന്നിട്ട് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് കെയർ എന്നുള്ളത്. ഏതൊരു ട്രാൻസ്പ്ലാന്റ് നിർദ്ധരായ രോഗി ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഹോസ്പിറ്റലായിക്കോട്ടെ ഗവൺമെൻറ് ഹോസ്പിറ്റലായിക്കോട്ടെ 6 മാസം അവർക്കുള്ള ഫുഡും അവർക്കുള്ള മെഡിസിനും എത്തിക്കുക എന്നുള്ള ഒരു മഹത്തായ പ്രോജക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ചെയ്യുവാൻ പിന്നെ മമ്മൂട്ടിയുമായി സഹകരിച്ചുകൊണ്ട് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതി, വയനാടിൻ്റെ പദ്ധതി പ്രോജക്റ്റുകൾ എല്ലാവരും വയനാടിനെ പറ്റി വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ചൂരൽമലയിലും മുണ്ടക്കയിലും പല ആക്ടിവിറ്റീസും പറഞ്ഞു. സർക്കാരും എല്ലാവരും പല ആക്ടിവിറ്റീസും എന്താ പറയുക ഫ്ലാറ്റ് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, അവിടെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ അടുത്ത പഠനം എന്താകും, അവരുടെ ഭാവി എന്താകും. അങ്ങനെ 2 പഞ്ചായത്തിലെയും അവിടുത്തെ MLA ഉൾപ്പെടെ ആൾക്കാരെ വിളിച്ചിട്ട് 143 വിദ്യാർത്ഥികളാണ് അവിടെ +2 പഠിച്ചത്. പരീക്ഷ എഴുതി കഴിഞ്ഞത് പാസ്സായവർ. ആ 143 പേരെയും ഞങ്ങളുടെ സർവകലാശാലയിൽ കൊണ്ടുവന്ന് അവർക്ക് താമസവും ഭക്ഷണവും എല്ലാം ഉൾപ്പെടെ ഏത് ബ്രാഞ്ച് വേണോ, എഞ്ചിനീയറിംഗ് ആണോ, ബയോമെഡിക്കലാണോ, ഈവൻ അലൈഡ് സയൻസ് ആണോ, അങ്ങനെ 143 പേരിൽ 132 പേരും ഇപ്പോഴും അവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളത്. ഇപ്പോൾ മണിപ്പൂരിൽ തന്നെ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 2 ഗ്രൂപ്പുകൾ തമ്മിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചുകളിലേക്ക് നമ്മൾ ലെറ്റർ അയച്ചു. അവിടെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ ആ ഒരു കലാപ ഭൂമിയിൽ നിന്ന് അവരെ മാറ്റി നിർത്താം. അങ്ങനെ 44 വിദ്യാർത്ഥികളെ, ആ കുക്കി സമുദായത്തിലെ വിദ്യാർത്ഥികളെ ഞങ്ങൾ സൗജന്യമായി ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ, ഞങ്ങൾ സൗജന്യം എന്ന് പറഞ്ഞാലും പുറമേ അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ അവരെ എക്സിബിറ്റ് ചെയ്യാനോ അവരെ ഫോട്ടോ എടുക്കാനോ നമ്മൾ ചെയ്യില്ല. ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവർ തന്നെയാണെന്നുള്ളതാണ്. ഏതൊരു ആക്ടിവിറ്റീസിനും ഏതൊരു കാര്യത്തിനും ചെറിയ മെൻ്റൽ ബ്ലോക്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്ന് ക്ലിയർ ചെയ്യുമ്പോഴേക്കും അവരെവിടെയൊക്കെയോ നന്നായിട്ട് പ്രവർത്തിക്കാനും അവർ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ മാത്രം കഴിവല്ല, എൻ്റെ ടീമിൻ്റെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഓരോ ആൾക്കാരുടെയും പ്രചോദനത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ, എൻ്റെ പിതാവ് കഴിഞ്ഞ മാസമാണ് ഞങ്ങളെ വിട്ട് പിരിഞ്ഞത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാം തുടക്കത്തിൻ്റെ ഫൗണ്ടർ എന്നുള്ളത് എൻ്റെ പിതാവാണ്. പിതാവിൻ്റെ നവതി ആഘോഷം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പിതാവിന് അസുഖം വരുന്നതും എല്ലാം. അപ്പോൾ ഞാൻ അതിനുശേഷം എനിക്കും ഒരു ബാക്ക് പെയിനും ഒരു സയാറ്റിക് നെർവിൻ്റെ ഒരു ബഡ്ജിങ്ങെല്ലാം ബെഡ് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ എന്തെന്നാൽ ഈ അവാർഡ് എനിക്ക് എങ്ങനെയെങ്കിലും വരണം, ഇത്രയും ദൂരം. അപ്പം ഡോക്ടർമാർ പറഞ്ഞു ഇപ്പം ട്രാവൽ ചെയ്യേണ്ട, കാരണം ഈ ഒത്തിരി ഇരിക്കാൻ പറ്റത്തില്ല, ഒത്തിരി പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും പോകണം. ഒറ്റ കാരണമാണുള്ളത്. കാര്യം ഫാദറിന് 80കളിൽ ഫാദർ 1954 ഫാദർ ഈ വിദ്യാഭ്യാസ മേഖല വരുന്നത്. ഫാദർ 21 വയസ്സുള്ളപ്പോഴാണ്. 54 ഫാദർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മദ്രാസ് ഗവൺമെൻറ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുമായിട്ടാണ് ഫാദർ ആദ്യമായിട്ട് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്നും തുടർന്നാണ് ഫാദർ ഓരോ സ്ഥാപനങ്ങളും വന്നിട്ടുള്ളത്. എൻ്റെ അറിവ് വെച്ച കാലം മുതലേ ഫാദർ എവിടെ പോകണം, മദ്രാസിൽ പോകുന്നു. എവിടെ പോകുന്നു, ഇന്ന് മദ്രാസിൽ നാളെ വരും, വരുമ്പം എന്ത് കൊണ്ടുവരും, മദ്രാസ് 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 എന്നുള്ളത് ഞാൻ എപ്പോഴും കേട്ടൊരു കാര്യം. എപ്പോഴും എൻ്റെ ഫാദർ മദ്രാസിൽ പോയി എന്നുള്ളത്. കാരണം ഫാദറിൻ്റെ സ്വപ്നങ്ങളും എല്ലാം ഫുൾഫില്ലായത്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഈ പട്ടണത്തിൽ നിന്നും ഈ തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്നുമാണ്. എപ്പോഴും ഫാദർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് 4300-ലധികം ജീവനക്കാരുണ്ട്, വൈസ് ചാൻസലർ ഉൾപ്പെടെ നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ ഫാദർ പറയാറുണ്ട്, കേരളം നമ്മുടെ പെറ്റമ്മയാണെങ്കിൽ തമിഴ്നാട് നമ്മുടെ പോറ്റമ്മയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊരു വല്ലാതൊരു മാനസികമായിട്ടുള്ള ഒരു സ്നേഹം കൂടിയാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു അവസരത്തിൽ വരുവാൻ സാധിച്ചത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തിരസ്കരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട രാമുണ്ണി മേനോൻ സാറിൻ്റെ പേരിലുള്ളൊരു പുരസ്കാരം ഇവിടെ അദ്ദേഹത്തെ പറ്റി പറയുകയുണ്ടായി.
ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സംഘടനകൾക്കുമെല്ലാം. സംഘടനകൾ എന്ന് പറയുമ്പം നമുക്ക് തമാശയ്ക്ക് പറയാറുണ്ട്, 5 പേരുണ്ടെങ്കിൽ 5 സംഘടന എന്നൊക്കെ പറയാറുണ്ട്. എല്ലാവരും ഗ്രൂപ്പായി പല ഗ്രൂപ്പായിട്ട്. മനുഷ്യർക്ക് ഗ്രൂപ്പാവാനാണ് ഏറ്റവും പാട്. മനുഷ്യരെല്ലാവരും നമ്മൾ നാലിച്ച് ഒരു മൊബൈൽ ഫോണും കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു സ്ഥലത്ത് എത്തിക്കുക, ഒരു സംഘാടക നേതൃത്വം എന്ന് പറയുന്നതാണ് അതാണ് സമൂഹം എന്ന് പറയുന്നത്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണെങ്കിൽ നമ്മൾ ഒത്തുചേരണം. നമ്മൾ ഒത്തുചേരണമെങ്കിൽ നമുക്കതിനൊരു സംഘാടകൻ ഉണ്ടാവണം. ആ സംഘാടകൻ്റെ രാമുണ്ണി മേനോൻ്റെ പിന്തുടർച്ചയാണ് ഇരിക്കുന്നവരെല്ലാം തന്നെ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളും സംഘാടകരും ഇനിയും ഉണ്ടാകട്ടെ. നമുക്ക് കൂടുതൽ ഐക്യമുണ്ടാവട്ടെ. നമ്മളെല്ലാവരും മനുഷ്യ ജീവിതത്തിന് വേണ്ടി, മനുഷ്യ നീതിക്ക് വേണ്ടി, മനുഷ്യ കുലത്തിന് വേണ്ടി, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിന് സംഘാടകർ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിൽ മഹാഭാഗ്യമായി കണ്ടുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി സർ. താങ്കളുടെ മഹനീയമായ കാരുണ്യപരമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഇനിയും നിലനിർത്താൻ കഴിയട്ടെ. താങ്കൾ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാവട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. നന്ദി. അടുത്തതായി ആശംസാ പ്രസംഗങ്ങളാണ്. അതിനായി ആദ്യം നമ്മളെ അഭിസംബോധന ചെയ്യാനായി എത്തുന്നത് ശിവദാസൻപിള്ള സാറാണ്. അദ്ദേഹത്തെ സ്നേഹപുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രാജേന്ദ്രബാബു സർ, മുഖ്യ അതിഥിയായിരിക്കുന്ന ശ്രീ ശശികുമാർ, ഇന്നത്തെ അവാർഡിൻ്റെ നേതാവായ ഫൈസൽ ഖാൻ, പിന്നെ CTM-ൻ്റെ പ്രസിഡൻ്റുണ്ട്, പിന്നീട് നമ്മുടെ സഹോദരനായ കൽപ്പഗോപാലനുണ്ട്, ശ്യാമള, അതേപോലെ KV മോഹനൻ, PN രവി, KV മോഹൻ നായർ, എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. സത്യത്തിൽ ഈ അവാർഡ് കൊടുക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നാൽ രാമുണ്ണിയെ പറ്റി കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കും. എന്ന് വെച്ചാൽ 40 വർഷത്തെ പഴക്കമാണ് അദ്ദേഹം ഞാനുമായിട്ടുള്ളത്. അദ്ദേഹം മാത്രമല്ല SS പിള്ളയും. എന്നുവെച്ചാൽ കേരള സമാജത്തിൽ ഞാൻ ചെറുപ്പകാലത്ത് അങ്ങ് കയറി ചെല്ലുന്ന സമയത്ത് 2 പേരവിടെ ഗേറ്റിൽ എപ്പോഴും ഉണ്ടാവും. ഒന്ന് രാമുണ്ണി മേനോനും എന്ന് SS പിള്ളയും. കേരള സമാജത്തിൻ്റെ ആരംഭകാലം തൊട്ട് ഏതാണ്ട് 18 വർഷക്കാലം കേരള സമാജത്തിന് സെക്രട്ടറിയും ആയിട്ട് പ്രവർത്തിച്ച വ്യക്തികളാണ് ഇവർ 2 പേരും. പക്ഷേ കേരള സമാജത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ദക്ഷിണ ചെയ്യുമ്പോൾ സത്യത്തിൽ അത് വളരെ സന്തോഷമുണ്ട്. ഇന്ന് കേരള സമാജത്തിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ പരിപാടി പകുതിയിൽ നിന്ന് ഇറങ്ങി വന്ന വ്യക്തിയാണ് ഞാൻ. കാരണം രാമുണ്ണി മേനോൻ്റെ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം. എന്നുവെച്ചാൽ അന്നത്തെ കാലത്ത് അന്നും ഇന്നുമായിട്ടൊരുപാടും സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒരുപാടും വ്യത്യാസമുണ്ട്. അന്ന് അദ്ദേഹം ജോലി രാജിവെച്ച്, അദ്ദേഹത്തിൽ അശോക് ലാലിനൊരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി രാജിവെച്ച് കേരള സമാജത്തിന് വേണ്ടി മാത്രം ഏതാണ്ട് ഒരു 20-30 വർഷക്കാലം SS പിള്ളയും രാമുണ്ണി മേനോനും പ്രവർത്തിച്ചു. അന്ന് കേരള സമാജത്തിൽ ഏതാണ്ട് 18 വാർഡുകളുണ്ട്. ഇന്നുള്ള സംഘടനകളെല്ലാം 18 വാർഡുകളും ഇവരെല്ലാ ദിവസവും ഒരു സ്കൂട്ടറിൽ ഇവർ 2 പേരും വരുമായിരുന്നു. ആ സമയത്ത് ഞാൻ അന്തംപക്കത്ത് കേരള സമാജത്തിൻ്റെ ഒരു ചെറിയ പ്രവർത്തകനായിരുന്നു. രാത്രി 10:30 മണി വരെ ഒരു സ്കൂട്ടറിൽ ഇവർ 2 വന്ന് പ്രവർത്തിച്ച വ്യക്തികളാണ് ഈ രാമുണ്ണി മേനോനും SS പിള്ളയും. അന്ന് തൊട്ടുള്ള പരിചയമാണ് എനിക്ക് രാമുണ്ണി മേനോനും SS പിള്ളയായിട്ടുള്ളത്. പക്ഷേ കേരള സമാജം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് ദക്ഷിണ എടുത്ത് നടത്തി. അതിന് ദക്ഷിണയുടെ ഭാരവാഹികൾക്ക് ആദ്യമായി എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ അദ്ദേഹത്തെ പറയാൻ കൂടെ നിറയെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ അവാർഡ് നേതാവ് അദ്ദേഹം വളരെ ഏതാണ്ട് ഒരു അരമണിക്കൂർ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെപ്പറ്റി, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിച്ചു. പക്ഷേ അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുമെന്നതല്ലാതെ നമ്മളെയും കൊണ്ട് അതിലൊരു 10% പോലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ ഞങ്ങളൊക്കെ ഏതാണ്ട് 10-40 വർഷക്കാലം സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരു 10% അല്ലെങ്കിൽ 5% പോലും നമ്മൾ ചെയ്തിട്ടുണ്ടോ അല്ല ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും നമുക്കുണ്ട്. അന്നത്തെ കാലവും ഇന്നത്തെ കാലമായിട്ട് നിറയെ വ്യത്യാസമുണ്ട്. അന്ന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള
കാലമായിരുന്നു ഈ രാമുണ്ണി മോഹനും SS പിള്ളയൊക്കെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ. അന്നൊക്കെ ഒരു ചായ കുടിക്കണമെങ്കിൽ തന്നെ മറ്റുള്ളവർ ആരെങ്കിലും സാമ്പത്തികമായിട്ട് ഒരു ചായ പിടിച്ചു തരാൻ കഴിവുള്ള 2-3 വ്യക്തികളുണ്ടാകും. അവർ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കും ചായ കുടിക്കാൻ തന്നെ. അതെല്ലാം കാലമെല്ലാം മാറിക്കഴിഞ്ഞു. ഇന്ന് സാമ്പത്തികമായിട്ട് സംഘടനകൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പ്രവീണിനെ പോലുള്ള ആൾക്കാർ, PN രവിയെ പോലുള്ള ആൾക്കാരൊക്കെ സംഘടനയിൽ പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. അവരെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതായാലും കൂടുതലായിട്ട് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. ഇങ്ങനൊരു സന്ദർഭം തന്നതിൽ ദക്ഷിണേന്ത്യ ഭാരവാഹികൾക്ക് എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് ഗോപാലേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. രാമണ്ണേട്ടൻ എന്ന വ്യക്തി, ഞാൻ അമ്പത്തൂർ മലയാളി സമാജത്തിൻ്റെ ചെയർമാനാണ്. ഏകദേശം 70ാമത്തെ വർഷമാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഈ വർഷം. അതിൽ 60 വർഷം ഞാനും അമ്പത്തൂരിലെ ഒരു വ്യക്തിയായിട്ട് ഉണ്ട്. എല്ലാലാവുന്ന സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാനും ചെയ്തു ഉണ്ട്. ആ സമയം മുതൽ ഞങ്ങളുടെ പ്രസിഡന്റ് MA നായർ എന്ന വ്യക്തി പ്രസിഡൻ്റായിരുന്ന കാലത്തും അതിനു മുമ്പും രാമണ്ണിയേട്ടൻ എപ്പോഴും ഞങ്ങൾക്കൊരു താങ്ങായിരുന്നു. വലിയ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ അവാർഡ് ദാന ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാൻ എത്തിയത്. അവാർഡ് ദക്ഷിണയുടെ ഈ അവാർഡ് വാങ്ങിച്ച ശ്രീ അൽഫിൽകാരനും അത് കൊടുത്ത ശ്രീ ശശികുമാർ സാറിനും എൻ്റെ എല്ലാ നന്ദി ഞാനും പറഞ്ഞുകൊള്ളുന്നു. രാമണ്ണിയേട്ടൻ്റെ സർവീസുകളെല്ലാം ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞാനത് പുതുതായിട്ടൊന്നും പറയാറില്ല. ശശികുമാർ സാറിനെ പറ്റി, ശശികുമാറിൻ്റെ ഒരു വളരെ ക്ലോസ് റിലേഷനായിട്ടുള്ള ഡോക്ടർ രവീന്ദ്രനാഥ്, അമ്പത്തൂരിൽ ആദ്യമായിട്ട് ഒരു ക്ലിനിക്ക് ആരംഭിച്ച ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ രവീന്ദ്രനാഥ്. അദ്ദേഹം ഡോക്ടർ മാത്രമല്ല, അമ്പത്തൂരിലെ ഞങ്ങളെപ്പോലുള്ളവർക്കെല്ലാം ഒരു മുൻഗാമിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എത്രയും വളരെ വലിയൊരു സമൂഹ സേവ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ആരോടും ഒരു പൈസ കൂടെ വാങ്ങാതെ കംപ്ലീറ്റ് ഈ ദരിക്കുറവന്മാർക്ക് സേവനം ചെയ്ത ഒരു മനുഷ്യനാണ് ഡോക്ടർ രവീന്ദ്രനാഥ്. അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷനിലും വീട്ടിലും അദ്ദേഹത്തിൻ്റെ മരണാനന്തരമെല്ലാം ഞാൻ ശശികുമാർ സാറിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അതിന് അനുകൂലമായിട്ടുള്ള ഒരു നല്ല വ്യക്തിക്ക് ഈ അവാർഡ് കിട്ടിയതിലും എൻ്റെ എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു. ഈ സംഘടനയുടെ എല്ലാ നല്ല കാര്യങ്ങളും നല്ല മുറയിൽ നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് യങ് ആൻഡ് എനർജറ്റിക് പേഴ്സൺ, CTMA പ്രസിഡന്റ് ശ്രീ VC പ്രവീൺ. എല്ലാവർക്കും നമസ്കാരം. ഫൈസലിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പം അത്രയും നല്ലൊരു പ്രസംഗം കേട്ട ശേഷം വെള്ളം കുടിച്ചത് ഞാനാണ്. സോ അത്രയും നല്ല പ്രവർത്തനം. ബിക്കോസ് ഫൈസലിനെ ഞാൻ പരിചയപ്പെടുന്ന ഒരു 7-10 വർഷം മുമ്പേ ആണ്. എൻ്റെ ട്രിവാൻഡ്രത്തുള്ള എൻ്റെ DGM പറഞ്ഞു, സാറ് നമ്മളവരെ കാര്യമായിട്ടുള്ള കസ്റ്റമറാണ്, നമ്മൾ നാഗർകോവിൽ പോകുമ്പം ഒന്ന് കയറിയിട്ട് പോവാം, സാറുണ്ട് പറയുമ്പോൾ പരിചയപ്പെടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 8 മണിയായി ഡിസ്റ്റർബ് ചെയ്യണം, ഇല്ല പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി നമ്മൾ സംസാരിച്ച് 2-3 മണിക്കൂർ നമ്മളിന്ന് സംസാരിച്ചു. അദ്ദേഹം അപ്പം ഒരു ബിസിനസ്മാനെ ആയിട്ടേ കണ്ടിട്ടുള്ളൂ ഞാൻ. പിന്നെ നിർബന്ധിച്ചു, നാളെ നിങ്ങൾ പോകുമ്പം അതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ കോളേജ്, ഒന്ന് കയറണം പറഞ്ഞിട്ട്. സോ അവിടെ ഒരു ആയുർവേദിക് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അത് കയറി വളരെ നന്നായിട്ടുണ്ട്. അപ്പം തിരിച്ചും പറഞ്ഞു വരുന്ന വഴിക്ക് ട്രിവാൻഡ്രത്തും കയറണം, അതും ബോർഡറിലാണ്, 2 ബോർഡറിലാണ് അത്. സോ ആ ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ ഞാൻ വെച്ച് ഇന്നലെ രാത്രി 3 മണിക്കൂർ സംസാരിച്ചത് ഇത്രയും വലിയൊരു സ്ഥാപനത്തിൻ്റെ ഒരു വൈസ് ചെയർമാനാണെന്ന് ഞാൻ വ്യക്തമാകുന്നത്. അത്രയും സിമ്പിളും ഹമ്പിളുമായിരുന്നു അദ്ദേഹം. അവരച്ഛനെക്കുറിച്ച് അത്രയും മനോഹരമായി സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ പാഷനായ സിനിമയെക്കുറിച്ച് സംസാരിച്ചു, അദ്ദേഹം എഴുതിയ ബുക്കുകളെക്കുറിച്ച് സംസാരിച്ചു, അങ്ങനെ വളരെ കുറേ സംസാരിച്ചു. പിന്നെ അന്ന് തുടങ്ങുമ്പോൾ ഒരു 50 lakhs ചിട്ടയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയ സ്ഥാപനങ്ങളുള്ളപ്പം ഈ 50 ലക്ഷത്തിനെ കുറിയിൽ നിർത്തരുത് എന്ന് വെച്ചാൽ ഇപ്പം ഡ്രീംസ് പറയുന്ന പോലെ 5 ലക്ഷം 50,000 5 ലക്ഷം
5 കോടി അങ്ങനെയാണ് ഗോകുലത്തിൽ കയറ്റം വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു 50 ലക്ഷം ചേർന്നത് നിങ്ങൾ ഈ ഇതിൽ വളരെ കുറവാണെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ചേർന്നതല്ല, ഈ പയ്യൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുക, അത് അവനെ സന്തോഷിപ്പിക്കാൻ ഒന്ന് ചേർന്നതാണ്, അത് കുറച്ചും കൂടി നല്ലോണം സന്തോഷിപ്പിക്കുക, ഒരു വില്ലേജ് ഇട്ടിടുന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ടിട്ടിന്ന് ട്രിവാൻഡ്രത്തിൽ നമ്മൾ നമ്പർ 1 കസ്റ്റമർ, ടോപ്പ് മോസ്റ്റ് ബിഗ്ഗസ്റ്റ് കസ്റ്റമറാണ്. അദ്ദേഹം എടുക്കാറില്ല, അത് തന്നെ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ ദക്ഷിണ അവാർഡ് ഇവിടെ ചെന്നൈയിൽ നമുക്കെല്ലാം വളരെ ഒരു പെരുമയേറിയ ഒരു അവാർഡാണ്. വെച്ചാൽ ശ്രീ രാവണി മേനോനും അവാർഡും ദക്ഷിണ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഒരു. അപ്പം അന്ന് വെച്ചാൽ ഫൈസൽ എങ്ങനെ ഈ പ്രോഗ്രാമിന് വരുന്നത്, ആരായിരിക്കും ഫൈസലിന് ഇത്രയും ക്ലോസ്? പക്ഷെ ഇപ്പം അച്ഛൻ്റെ മദ്രാസ് കണക്ഷൻ പറഞ്ഞപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അച്ഛന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. ഇവിടെ SS പിള്ള സാർ സംസാരിക്കുമ്പോൾ ഡ്രീംസ് ഫുൾഫില്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഡ്രീം ചെയ്യുന്നവർക്കാണ് ഈ അവാർഡെന്ന്. പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് ഓപ്പോസിറ്റാണ്. കുറേ പേര് ഡ്രീംസാണ് ഫുൾഫിൽ ചെയ്യുന്നത് കൊടുക്കുന്നത്. ഹീസ് ഫുൾഫില്ലിങ് അതേഴ്സ് ഡ്രീംസ്. എന്നുവെച്ചാൽ ഇന്ന് പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവർക്ക് ആ സെക്യൂരിറ്റി ഇല്ല. അപ്പം അവർ കാണുന്ന സ്വപ്നം ഒന്നുള്ളൂ, ദൈവമേ ഇവിടെ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക, ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുക എന്ന്. ആ ബുദ്ധിമുട്ടുകൾ ഫുൾഫിൽ ചെയ്യുന്ന ഒരു വ്യക്തി എന്നതിൽ ഗോഡ് ബ്ലസ് യു, യു വിൽ ബിക്കം മോർ പ്രോസ്പറസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ലൈക്ക് SS പിള്ള സാർ പറഞ്ഞ പോലെ ടു ഹെൽപ്പ് ആൻഡ് സെർവ് മോർ പീപ്പിൾ. പിന്നെ യു ഹവ് ഡൺ ദ റൈറ്റ് തിങ് ഇൻ കമ്മിങ്. ദോ നിങ്ങൾ അച്ഛനും മദ്രാസിലേക്കുള്ള കണക്ഷൻ ഞങ്ങൾ ശരിക്കും പറയാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഹീറോ ആയിരുന്നു രാവണി മേനോൻ സാർ. എന്നുവെച്ചാൽ ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് 8-10 വർഷം, when I was 8 years old, 7, 8, 10 years old ഉള്ളപ്പോൾ കാണുന്നത്. ഇന്നുള്ള ഫുട്ബോൾ പാഷൻ അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു ഫുട്ബോൾ മാച്ച് കാണാൻ ഇപ്പോൾ കുറേ മാച്ചസിന് കാണുമ്പോൾ 2 മലയാളി സുഹൃത്തുക്കൾ വരും. അതിൽ ഒരാൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വെച്ചാൽ നല്ല ഈ റിസ്റ്റ് ബാൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ മസ്കുലറായിട്ട് വരുമോ, സോളിഡായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻ്റർവെല്ലും എല്ലാം സംസാരിക്കും. വളരെ ക്വയറ്റാണ്, സംസാരിച്ച് മാച്ചും കണ്ടു പോകും. ഈ ടൈറ്റാനിയം കളിക്കുന്ന മാച്ച് ഫൈനൽസ് ആയിരുന്നു അന്ന് ഫൈനൽസ് ആയിട്ട് ഈ ടീം, കേരളത്തിൽ ഏത് ടീം വന്നാലും നമ്മളെ ലോഡ്ജിൽ താമസിക്കും. അച്ഛനന്ന് ലോഡ്ജിങ് ഹൗസ് ആയിരുന്നു സ്റ്റേഷൻ എടുത്ത്. അപ്പോൾ ഇവരെല്ലാവരും നമ്മളെ ഹോട്ടലിൽ താമസിക്കും. വെച്ചാൽ മലയാളീസ് വരുമ്പോൾ അവിടെ താമസം വേണ്ടു എന്ന് പറയും. അപ്പോൾ ഈ മാച്ച് കഴിഞ്ഞാൽ അന്ന് പണ്ടെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ റീപ്ലേയും മറ്റൊന്നുമില്ല, മാച്ച് ഫിക്സിങ് ആയിരിക്കും. ഫൈനൽ വരുമ്പോൾ എപ്പോഴും ഒരു റീപ്ലേ, അത് രണ്ടാമതൊരു ഫൈനൽ വന്ന ഇവർക്ക് ഗേറ്റ് കളക്ഷൻ കൂടും. അതിനു വേണ്ടി ഇവരെപ്പോഴും ഡ്രോ ആക്കി വിടും. അന്നും ടൈറ്റാനിയം ഗോൾ അടിച്ച്, പക്ഷേ അത് ഓഫ് സൈഡാണ് വിധിച്ച്, ഫുട്ബോൾ അറിയുന്നവർക്ക് ഓഫ് സൈഡാണ് വിധിച്ച്, അത് ഒരു ദിവസം ഗ്യാപ്പിന് ശേഷം തിരിച്ചും മാച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കളി അന്ന് അവിടെ പ്രശ്നമായി. ഗ്രൗണ്ടിൽ എല്ലാവരും അടിപടിயாக ചേരെടുത്ത് എറിഞ്ഞ്. അപ്പം ഇദ്ദേഹം ഈ നല്ല മീശ കുമ്പലുള്ള ആൾ തുള്ളിച്ചാടി ഗ്രൗണ്ടിൽ കുതിച്ച് മലയാളീസിനടുത്ത് പറഞ്ഞു, നാളെ എങ്ങനെ നിങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങി നിങ്ങൾ കാലടിച്ചോടിച്ചളിയും പറഞ്ഞു. സോ അപ്പം നമുക്കെന്നാൽ ഒരു ഹീറോ മെറ്റീരിയലായിട്ട് അത് കാണുന്ന ഒരു മലയാളി ചെന്നൈ ഗ്രൗണ്ടിൽ ചാടി ഇറങ്ങി ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ചും നമ്മുടെ ലോഡ്ജിൽ വന്ന് ഈ 2 സുഹൃത്തുക്കളും വന്നിട്ട് പറഞ്ഞു, നിങ്ങളത് ആവർത്തിച്ചാൽ നിങ്ങൾ നാളെ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്ക് പൈസ കിട്ടും, ബാറ്റൊക്കെ കിട്ടും, നിങ്ങൾ ഇറങ്ങിയാൽ അടിക്കും ഉറപ്പാന്ന് പറഞ്ഞു. ഇവരാരും കളിക്കാൻ പോയില്ല. ടൈറ്റാനിയം ടീം ഡിസ്കസ് ചെയ്തു, പറഞ്ഞു സാധാരണയല്ലേ ഇത് ഫൈനലിൽ ഇങ്ങനെ റീപ്ലേ വരുന്നത്, കളിച്ചോളൂ എന്ന് വെച്ചാൽ അവർക്ക് ഒരു ദിവസത്തെ ബാറ്റൊക്കെ കിട്ടും, പ്രൈസ് മണിയും കിട്ടണം, അത് ഈ ഫൈനൽ നടന്നാലേ കിട്ടുള്ളൂ. സോ അങ്ങനെ അവർ പങ്കെടുത്തില്ല. അന്ന് വൈകുന്നേരം ഈ തിരിച്ചും 2 സുഹൃത്തുക്കൾ വന്ന് ഉച്ചയ്ക്ക് വന്ന് നിങ്ങൾ കളിക്കാത്തത് നന്നായി, വൈകുന്നേരം കേരള സമൂഹത്തിൽ സ്വീകരണം, എല്ലാവരും വരണം എന്ന് പറഞ്ഞു. അന്നും ഇന്നുള്ള ഒരേ ഒരു ഇത് സ്വീകരണമാണ് മലയാളികൾക്ക്, സ്വീകരണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഇവരും പോയില്ല. വെച്ചാൽ ഇറങ്ങിയാൽ അതിലും തമിഴ് അസോസിയേഷൻ അടിക്കും അവർ പോയില്ല. സോ അതിനുശേഷം ഒരു 10-20 വർഷത്തിന് ശേഷമാണ്, മാരേജ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ തിരിച്ചും രാവണ മേനോൻ സാറെ കാണുന്നത്. സോ അന്നും അതേപോലെ മീശയും മുറുക്കി അദ്ദേഹം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു, പ്രായമുണ്ടെങ്കിലും. അപ്പോൾ എനിക്ക് ആ ഒരു ഹീറോ, ചൈൽഡ്ഹുഡിൽ കണ്ട ഒരു ഹീറോനെ കണ്ട സന്തോഷത്തിൽ പിന്നെ അദ്ദേഹം ഓരോ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചുമ്മാ സംസാരിച്ചു, സാർ ഡ്രോപ്പ് ചെയ്യണം. അത് എപ്പോഴും ആരെങ്കിലും ആയിട്ട് വരുവാർ. ഉണ്ണികൃഷ്ണൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നെവ്യൂ ഉണ്ടായിരുന്നു, അവരെപ്പുറം വരുക. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇതാണ്, ഞാൻ ഇങ്ങോട്ട് പോകണം, ഞാൻ മാമനെ ഡ്രോപ്പ് ചെയ്യണം, അപ്പോൾ നീ ഡ്രോപ്പ് ചെയ്തോ പറയും. ഞാൻ എപ്പോഴും ചോദിക്കും, കാറിലേക്കും പലതും സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ പല ഡിസ്കഷൻസും വരും. സോ ഹി വാസ് ലൈക്ക് എ ഹീറോ ഫോർ മീ ഫ്രം ചൈൽഡ്ഹുഡ് ടിൽ വെൻ ഹി ലെഫ്റ്റ് us. സോ അങ്ങനെ ഒരു ഗ്രേറ്റ് ലീഡർ, ഒന്നും പ്രതീക്ഷിക്കാണ്ട് എല്ലാ അസോസിയേഷനിലും ഒരു സെൽഫിഷ് ഇല്ലാണ്ട് പോകുന്ന ഒരു ലീഡറായിരുന്നു. സോ നിങ്ങൾക്ക് പല അവാർഡുകളും കിട്ടിയിട്ടുണ്ടാകും, പല അവാർഡുകളും നിരസിച്ചിട്ടുണ്ടാകും. പക്ഷെ ദിസ് ഇസ് എ ഗ്രേറ്റ് അവാർഡ്, യു കൻ ബി ഫീൽ പ്രൗഡ് ഓഫ്. ആൻഡ് അതിൽ ഒപ്പരം നടന്ന ആൾ വേറെ ആരുമില്ല, ഇപ്പോഴും ചെറിയ പൈനായിട്ടിരിക്കുന്ന SS പിള്ള സാറാണ്. അന്നും എന്നും അദ്ദേഹത്തോടൊപ്പം ഒപ്പരം ഉണ്ടായിരുന്നു. സോ ഇവിടെ നമുക്ക് വേണ്ടി പല ആൾക്കാരും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അവാർഡിന് ഇമ്പോർട്ടൻസ് പറയുന്നതെന്ന് വെച്ചാൽ
സംബഡി വുഡ് ഹെൽപ്ഡ് എ ലോട്ട്. ബിക്കോസ് ഇന്ന് എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അസോസിയേഷനോട് കൂടി ചെയ്യും. പക്ഷേ ഇത് സ്വന്തം ചെലവിൽ അദ്ദേഹം ചെയ്യുന്നതും അതിനെപ്പറ്റി ഒരു വാക്ക് പറയാണ്ട്, ഇപ്പം ഞാൻ 2 weeks മുമ്പേ പറഞ്ഞു, 1 month മുമ്പേയും ഞാൻ ട്രിവാൻഡ്രം പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ട സമയമായിരുന്നു. ഐ വെൻറ്റ് ഹോം ടു അറ്റൻഡ് ദ തിങ്. അന്നും കേരളത്തിലെ ഹൂ വാസ് കമ്മിങ് ആൻഡ് ഗോയിങ് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഹി വാസ് ദ സെയിം വേ, ഓൾ സ്റ്റാഫ് വാസ് ദർ. അവരെല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന വിധം കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഒരു തിരക്കിനിടയിലും അവരെല്ലാം ഭക്ഷണം കഴിച്ചിനും അവരെല്ലാം ഇതായതിനുള്ള ശ്രദ്ധയെല്ലാം ഉണ്ടായിരുന്നു. സോ എ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്. സോ സാധാരണ ദക്ഷിണ ഒരു അവാർഡ് പറയുമ്പോൾ സൺഡേ ഇവിടെ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇന്ന് മാത്രം എനിക്ക് തോന്നുന്നു ഒരു 5-6 സംഘടനകളുടെ പ്രോഗ്രാംസ് ഉണ്ട്. ഓൾറെഡി 2 പ്രോഗ്രാം ക്ഷണിച്ചാണ്. അപ്പോൾ 2 ദിവസം മുമ്പേ രജനീൻ്റെ മെസ്സേജ് വന്നപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ടെന്ന് കണ്ടത്. സോ തുറന്ന് നോക്കിയത് കണ്ടാണ് സോ പ്രൗഡ് ആൻഡ് ഹാപ്പി. ഫൈസലിന് അയച്ചു കൺഗ്രാജുലേഷൻസ് എന്ന്. താങ്ക് യു മൈ ബ്രദർ പറഞ്ഞ് അതോടെ വിട്ട് ഇങ്ങോട്ട് വാങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ ഐ തോട്ട് ഹാവ് ടു ബി ഹിയർ. സോ ബാക്കിയുള്ള പ്രോഗ്രാംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് ഇവിടെ വരാൻ കാരണം വെച്ചാൽ ദ കൈൻഡ് ഓഫ് ഹ്യൂമാനിറ്റേറിയൻ സർവീസസ് ഈസ് ബീൻ റെൻഡറിങ്. സോ ഗോഡ് ബ്ലസ് യു, കീപ് കണ്ടിന്യൂയിങ്. യു ആർ എ ബിഗ് ഇൻസ്പിറേഷൻസ് ടു അസ്. ഇവിടെ എല്ലാവരും സാധിച്ചവരാണെങ്കിലും സ്റ്റിൽ യു കണ്ടിന്യൂ ടു ഇൻസ്പയർ അസ്. കീപ് ഡൂയിങ്. താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ശ്രീമതി ശ്യാമള ജയപ്രകാശ് അവരെ സ്നേഹപുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും ഓഡിയൻസിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ആൻഡ് ലെറ്റ് മീ ഫസ്റ്റ് കൺഗ്രാജുലേറ്റ് ദക്ഷിണ for choosing such an excellent, the choice is so very apt and perfect and excellent. Congratulations, Sri Faisal, for receiving this award. I don't think I can express my awe of the service mentality and all the commitment to healthcare, education and renewable energy by this young man. And so many, many more years he has, and I'm sure the society is going to, society is the one who is going to benefit by this, people around him, and his attention to all the deserving people who need his support, his health, and people like him. I think it's very difficult to find such people, but they may be heading big organizations, but to have that mentality, that empathy, being empathetic, that's when he can, identify what has to be done for whom. So I think I'm really honored that I'm felicitating him. Thank you so much, and also congratulations to Dakshina again. And please don't call me to talk after my student talks. I get a complex because he's so good. He's become so very Praveen. I'm talking about Praveen. And he has really become so good in his Malayalam and in English. I'm really feeling a bit odd. Thank you. താങ്ക് യു മാം. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി KU അബ്ദുള്ള അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. Good evening, everyone. Respected President Rajendra Babu sir, Chief Guest Sri Shishkumar sir, and Mr. Faisal, who received the award today, esteemed guests, distinguished organizers of this function, and dear friends. It is both an honor and a privilege to stand before you today to felicitate a truly remarkable individual who has set a shining example of dedication and excellence. Today we have gathered here to celebrate the outstanding achievements of Mr. M.S. Faisal Khan, Pro-Chancellor, Nurul Islam Center for Higher Studies, Higher Education, and also Managing Director of NIMS Medicity. Today, the most important aspect of
one's life is health and education. Both are very, very expensive nowadays. The cost of educating the children are going up very high, and the cost of health care is skyrocketing. Lot of MNCs and multinational companies are investing in many hospitals, which is a matter of great concern. This is resulting in further escalating the cost of health care all over India today. And in such situation, a person like Faisal Khan has done a wonderful job in both this sector, education as well as in the healthcare. I'm so surprised and amazed that he brought even children from Manipur to educate them in his institutions. It's a great job. We could not even think of doing it. As you know, I am representing Malabar Muslim Association, which is a pre-independence organization, more than 75 years old. We are also into educating rural children who are in most of the cases, they are all dropouts at the primary level itself. So now we are identifying, we have adopted 4 villages in and around Chennai city and trying to make sure that the dropout is minimal. And out of those who are coming up to 12th, we are identifying them to educate them, send them to higher education in different institutions, professional institutions as well as arts and science colleges. Plus we have a lot of other healthcare activities also going on, giving money to those who are undergoing treatments in different hospitals, especially those who have kidney failure, who needs dialysis. So these are sectors in which we are also concentrating nowadays. And just like Mr. Faisal did, we also have been trying to build some houses for those who lost everything in the landslide in Wayanad. We have already acquired about 1 acre land in which we are going to build about 7 houses. The plan approvals is awaited. The reason why I am telling you this is, there are a lot of things which the
poor people need nowadays. And after this COVID, this vaccination has created so much of problem in the society that every day we hear about heart attacks, kidney failure, strokes. Even those who are very young also is undergoing all these problems nowadays. It's a time when even middle class people and even upper middle class are not in a position to spend on health care because of very high cost. In such a situation, what Mr. Faisal is doing is something really amazing. Mr. Faisal, I really congratulate for what you are doing, and you are definitely an inspiration for all of us to do much more in our life. And also I thank the organizers once again for calling me to felicitate him today. Thank you so much. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ പുരസ്കാര ജേതാവ് ശ്രീ MS ഫൈസൽ ഖാൻ്റെ അഭ്യർത്ഥന പ്രകാരം ഒരു പ്രത്യേക അറിയിപ്പിനായി അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്ക് ദക്ഷിണയുടെ പുരസ്കാരത്തോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ക്യാഷ് പ്രൈസും കിട്ടിയായിരുന്നു. അപ്പോൾ ആ തുക ഈ പറയുന്ന എവിടെയായിരുന്നാലും സേവനമാണല്ലോ. അപ്പോൾ ആ സേവനം ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ പോയി ചെയ്താലും അത് ഇവിടെ ചെയ്താലും അത് ജനങ്ങൾക്ക് മനുഷ്യർക്കും തന്നെയാണ്. അപ്പോൾ ആ കിട്ടിയ ആ ഒരു വലിയൊരു സമ്മാനം അല്ലെങ്കിൽ ആ ഒരു ക്യാഷ് അവാർഡ് ഞാൻ തിരിച്ച് ദക്ഷിണ തന്നെ ഏൽപ്പിക്കുകയാണ്. ദക്ഷിണ അത് കണ്ടെത്തി 100% കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷനാണ്. പ്രത്യേകിച്ച് ഞാൻ തിരക്കിയപ്പോഴേക്കും കൂടുതൽ ട്രൈബൽ ഏരിയയിലൊക്കെ ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യാൻ കൂടുതൽ അവർ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ട്രൈബൽ വിദ്യാർത്ഥികൾക്കും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ തുക വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ശ്രീ KVV മോഹൻ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ ആരുടെയും ക്ഷമ പരിശോധിക്കുന്നില്ല. ആദ്യം തന്നെ അതിനായ ശശികുമാർ സാർ തന്നെ ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറയും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നന്ദിപ്രകാരങ്ങൾ നടക്കില്ല, അതിന് മുമ്പിൽ ആൾക്കാർ പോയി കാണുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് രണ്ടുപേര് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹം വെയിറ്റ് ചെയ്യാണ്. രാമണി മേനോൻ സാറിനെ പറ്റി എല്ലാവരും പറഞ്ഞു. നമുക്കറിയാം മനുഷ്യൻ ഏത് ജാതിയിൽ ജനിക്കുന്നു എന്നതല്ല, ഏത് മതാനുഷ്ഠാനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതിലുപരി അവൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഒരു മനുഷ്യനെ മഹാനാക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രാമണി മേനോൻ. ഇന്ന് ഞാൻ ഏകദേശം ചെന്നൈയിൽ പ്രിയപ്പെട്ട ഫൈസൽ ഖാൻ അതേമാതിരി ആദരണീയനായ ശശികുമാർ സാർ ഏകദേശം ചെന്നൈയിൽ നിന്ന് 10 സംഘടനകളുടെ പരിപാടികളുണ്ടായിരുന്നു. ഞാൻ 3 സംഘടനകൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടെയുള്ള സദസ്സ് ഏകദേശം അതിൽ ഒരുപാട് മെച്ചപ്പെട്ടതായിരുന്നു. അത് കാരണം തന്നെ അവരുടെ മനസ്സിൽ രാമണ്ണി മേനോൻ സൃഷ്ടിച്ചിട്ടുള്ള സ്വാധീനതയാണെന്നതിൽ സംശയമില്ല. ഇന്ന് ഞാൻ ഒരേ ഒരു വാർത്ത, നമ്മൾ മഹാനായ രത്തൻ ടാറ്റയുടെ ഒരു കോട്ടുണ്ടായിരുന്നു. സക്സസ് ഓഫ് എ മാൻ ഈസ് നോട്ട് മെഷേർഡ് ബൈ ഹിസ് പൊസഷൻസ് ഹി ഹോൾഡ് ബട്ട് ദ ഇമ്പാക്ട് ഹി ക്രിയേറ്റ്സ് ഓൺ ദ പബ്ലിക് ഓർ അതേഴ്സ്. അങ്ങനെ മറ്റുള്ളവരിൽ ഒരു സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമാണ് രാമണ്ണി മേനോൻ എന്നതിലൊരു സംശയമില്ല. ഇന്ന് പല സംഘടനകൾ ഏകദേശം CTMAയുടെ പ്രസിഡൻ്റായ പ്രവീൺ അറിയായിരിക്കാം, ഫെയ്മയുടെ നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് എനിക്കും അറിയാം. ഏകദേശം 120 സംഘടന 110 സംഘടനകളോളം മദ്രാസ് തമിഴ്നാട്ടിലുണ്ട്. പക്ഷെ ഇന്നും സംഘടനകളുടെ ഫൗണ്ടേഴ്സിന് കാലം നമ്മളോട് ഇല്ലെങ്കിൽ ആദരിക്കുന്നതോ അവരെ സ്മരിക്കുന്നതോ ആയ ചരിത്രങ്ങൾ കുറവാണ്. പക്ഷേ രാമണ്ണി മേനോൻ അതിൽ വ്യത്യസ്തമായിരിക്കുകയാണ്. അദ്ദേഹത്തെ ഓരോ വർഷമെങ്കിലും നമ്മൾക്ക് ഓർക്കാൻ കഴിയുന്നതിന് ഈ സംവിധാനം ഏർപ്പെടുത്തിയ ദക്ഷിണയ്ക്ക്
നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനും ദശയുടെ ഒരു ഭാഗം കൂടിയാണ്, നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഫൈസൽ ഖാൻ്റെ ഫാദറിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തുടങ്ങി വെച്ചതും അതിലുപരി ഫൈസൽ ഖാൻ തുടരുന്നുമായ ഒരുപാട് ആതുര സേവനത്തിനൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും തീർച്ചയായും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇന്ന് ഫൈസൽ ഖാൻ നടത്തിയ പ്രസംഗം തീർച്ചയായും ഒരുപാട് സദസ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതാവുന്നത് ഒരു സംശയമില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തകരെയാണ് പ്രവാസി മലയാളികൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ദക്ഷിണ പോലെയുള്ള സാംസ്കാരിക സംഘടനകൾ. നിങ്ങൾക്ക് ഉയരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ശ്രീ മോഹൻ നായർ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹനീയ വ്യക്തികൾക്ക് എൻ്റെ ഹൃദയംഗമായ വന്ദനം. ഇന്ന് നമ്മുടെ പ്രിയ ശ്രീ രാമുണ്ണി മേനോൻ്റെ അനുസ്മരണ ദിനത്തിൽ നമ്മൾ ഓർമ്മയിൽ 15 വർഷം കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. 1980 UCC കൈരളി മെട്രിക്കുലേഷൻ സ്കൂൾ തുടങ്ങണമെന്നുള്ളൊരാശയം ഞങ്ങളിൽ ഉദിച്ചപ്പോൾ അന്ന് ഞങ്ങൾ കേരള സമാജത്തിൽ പോവുകയും ആദ്യമായി കണ്ടത് ശ്രീ രാമുണ്ണി മേനോനെയും ശ്രീ SS പിള്ളയുമായിരുന്നു. ശ്രീ രാമുണ്ണി മേനോനും ശ്രീ SS പിള്ളയും ഈ സ്കൂൾ നടത്തുന്നതിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും മൈനസായാലും പ്ലസ്സായാലും ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങൾക്ക് അതിന് ഉത്തേജനവും പ്രചോദനവും നൽകിയതിൻ്റെ പേരിൽ ഞങ്ങൾ ആരംഭിച്ച സ്കൂള് ഇന്ന് ഏറ്റവും നല്ല ഭംഗിയായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിരുന്നാൽ അന്ന് ഞങ്ങൾക്ക് തന്ന പ്രചോദനമാണ് ഇന്ന് LKG മുതൽ +2 വരെയുള്ള ഒരു സ്ഥാപനം നടത്തുവാൻ ഞങ്ങളെ സഹായിച്ചത്. SS പിള്ള ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇന്നും ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു അഡ്വൈസറാണ്, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. ശ്രീ രാമുണ്ണി മേനോനെ പറ്റി ഞാൻ ആദ്യം ഇവിടെ പറയേണ്ട എല്ലാ ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞു. ഒരു സാമൂഹിക പ്രവർത്തകൻ, ഒരു കൃത്യനിഷ്ഠമായ ഒരു പ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ പിന്തുടർന്നാണ് യുണൈറ്റഡ് കൾച്ചറൽ സെൻറ്റർ എന്ന പാടി മലയാളി സമാജം അന്നും ഇന്നും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം UCCയുടെ ഈ മേൽക്കോയ്മ കിട്ടാനുള്ള ഒരു സാധ്യതയെന്നും ഞങ്ങൾ കണക്കാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിനോടൊപ്പം UCCയെയും ഈ ഭാഗവത്താക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് എൻ്റെ ഭാരവാഹികളുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി പ്രസൻറ്റേഷൻ ഓഫ് TN ഉണ്ണികൃഷ്ണൻ മെമ്മോറിയൽ സ്കോളർഷിപ്പാണ്. അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകനായി നമ്മളെ വിട്ടുപിരിഞ്ഞ ശ്രീ TN ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കൊടുക്കുന്ന സ്കോളർഷിപ്പ് 10,000 രൂപ. അത് ഇപ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് വിദ്യാക്ഷേത്രം സ്കൂളിലെ, സാലിഗ്രാമത്തുള്ള വിദ്യാക്ഷേത്രം സ്കൂളിലെ 10th ടോപ്പർ ഇമ്രാൻ സാഹിദാണ്. ഇമ്രാൻ സാഹിദിനെ ഈ വേദിയിലേക്ക് സ്നേഹപുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. അത് നൽകുന്നതിനായി കൽപ്പക ഗോപാലൻ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. വോട്ട് ഓഫ് താങ്ക്സ് ആണ് നമ്മുടെ പരിപാടിയുടെ അവസാന ഘട്ടമായ വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കടക്കുമ്പോൾ അതിനായി ശ്രീമതി രജനി രാജനാരായണനെ ഈ വേദിയിലേക്ക് സ്നേഹപുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. രാമുണ്ണി മേനോൻ സാറിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ സേവനം എന്നൊരു വാക്ക് മാത്രമേ എൻ്റെ മനസ്സ് വരാറുള്ളൂ. ആ മഹാത്മാവിൻ്റെ പുണ്യതിഥിക്ക്, പുണ്യതിഥിയായ ഇന്ന്, ആക്ച്വലി നാളെയാണ്, ഞങ്ങൾ ഇന്നാണ് നടത്തുന്നത്, ദക്ഷിണ ഒരുക്കുന്ന അവാർഡ് വാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള MA ഫൈസലിനെ പോലുള്ള ഒരു വേറൊരു മഹാത്മാവിന് വളരെ വളരെ നന്ദി. 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങൾക്കൊരു വലിയ പ്രചോദനമാണ്. രണ്ടാമത്, നിങ്ങളുടെ അച്ഛൻ്റെ കാര്യത്തെ പറഞ്ഞിട്ട് മദ്രാസിനെ ഒന്ന് സ്നേഹിച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
ആൻഡ് വി ആർ റിയലി പ്രൗഡ് ടു ബി അസോസിയേറ്റഡ് വിത്ത് യു. ശശികുമാർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ദക്ഷിണയുടെ എല്ലാ പ്രോഗ്രാമിനും വിളിക്കുന്നതിന് മുമ്പ് പറഞ്ഞെത്തുന്ന ഞങ്ങളുടെ അതിഥിയാണ്. വി ആർ സോ ഹാപ്പി. സമയമില്ല, എന്നാലും ഒരു ചെറിയ കാര്യം ശശികുമാറിനെ പറ്റി സാറിന് പറ്റി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ചാർട്ട് ഇട്ടപ്പോൾ അതിനകത്ത് ശശികുമാർ സാറിൻ്റെ പേരിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എഴുതിയിരുന്നു. അപ്പം എന്നോട് ഏതോ ഒരു പയ്യൻ, യങ് ബോയ്, അദ്ദേഹം സിനിമ നടനല്ലേ എന്ന് ചോദിച്ചു താഴെ. അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹം ഓൾ ഇൻ വൺ ആണ്, പക്ഷെ അദ്ദേഹം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നറിയപ്പെടുന്നതാണ് അദ്ദേഹത്തിനും ഇഷ്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ്? നന്ദി സാർ, നന്ദി. ദക്ഷിണയുടെ പ്രത്യേകം നന്ദി, എൻ്റെ പ്രത്യേകം നന്ദി. പിന്നെ പ്രവീൺ, എൻ്റെ ഒരു അനുജനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന പ്രവീണാണ്. പ്രവീണിന് ചേച്ചിയുടെ പ്രത്യേക നന്ദി. കൽപ്പക സാർ നമസ്കാരം, വന്നതിന് വളരെ താങ്ക്സ്. അബ്ദുള്ള സാർ വളരെ വളരെ താങ്ക്സ്. ബാക്കി എൻ്റെ എല്ലാ ശിവദാസൻ പിള്ള സാർ, എല്ലാം എൻ്റെ സഹപ്രവർത്തകരാണ്. മോഹൻ നായർ, എല്ലാവർക്കും പ്രത്യേകം നന്ദി. പിന്നെ ഇത്രയും നേരം 5 മണി മുതൽ ഇവിടെ ഇരുന്ന് ഇവരെല്ലാവരും സഹിച്ച്, ഞങ്ങളെയും സഹിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിനൊരു കയ്യടിയാകാം. വളരെ വളരെ നന്ദി. ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്, അവർക്ക് പ്രത്യേകം നന്ദി. താങ്ക് യു. നായക ജയ ഹേ ഭാരത ഭാഗ്യവിധ പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉൽക്കല വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य दाता जय हे जय हे जय हे जय 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 हे जय हिंद.